بسم الله الرحمن الرحيم طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى. أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. من സഹോദരന്മാരെ, സദസ്യരെ, ശ്രോതാക്കളെ, അതിഥികളെ, ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസിയായി ജീവിക്കാൻ സദാ പാടുപെടുക, പരിശ്രമിക്കുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങളിൽ നിന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തുക, നിർബന്ധം പുലർത്തുക, ആത്മാർത്ഥത പുലർത്തുക. അതിനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മക്കയിലും മദീനയിലും താമസിക്കുന്നവർ, പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്നവരിലാവട്ടെ അല്ലാത്തവരിലാവട്ടെ, ഈ പുണ്യഭൂമിയുടെ പവിത്രതയെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിക്കുവാൻ ഓരോരുത്തരും പാടുപെടുക. വല്ല വീഴ്ചയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാഫ് ചെയ്തു തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ വർഷത്തിൽ പരമായി തുടർച്ചയായി ചർച്ച ചെയ്തു വരുന്നതായ സബ്ജക്റ്റുകൾ 4 ആഴ്ചയിൽ ഈ ഫാമിലി ക്ലാസ്സിൽ മദീനയിൽ 4 വിഷയമാണ് എന്നത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ തൊട്ട ക്ലാസ്സിൽ ഇവിടെ ചർച്ച ചെയ്തത് അഖ്ലാഖ്, സ്വഭാവം എന്ന വിഷയമായിരുന്നു. അതിൽ നീച സ്വഭാവമായ നന്ദികേട് കാട്ടുക, ആദ്യമായി റബ്ബിനോട്, ശേഷം സൃഷ്ടികളോട്, ഈ വിഷയമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടത്. കേൾക്കാത്തവർക്ക് കേട്ടവർക്കും കുറിപ്പിലൂടെ വിശദീകരണം ഇനിയും വായിക്കുകയും ചെയ്യാം. അതെ, 4 ആഴ്ചകളിൽ ആദ്യത്തെ ആഴ്ചയിൽ വിശ്വാസപരമായ കാര്യമാണ് ചർച്ച ചെയ്യാറുള്ളതെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിൽ
ആരാധനാപരമായ കാര്യങ്ങളും, മൂന്നാമത്തെ ആഴ്ചയിൽ സാമ്പത്തിക പ്രശ്നവും, നാലാമത്തെ ആഴ്ചയിലാണ് കഴിഞ്ഞ തൊട്ട ക്ലാസ്സിൽ നാം കേട്ടതായ സ്വഭാവപരമായ കാര്യങ്ങൾ ഇവിടെ ചർച്ചക്കെടുക്കാറുള്ളത്. ഒരേ വിഷയം തുടർന്നു പോകുമ്പോൾ മടി വരാതിരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ആ രൂപത്തിൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്തത് എന്ന് മാത്രമല്ല, മദീനയിൽ ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കാൻ ചാൻസ് കിട്ടുന്നവർ യഥാർത്ഥത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കുന്നവരെ പോലെയായാൽ പോരാ. നാടന്മാരല്ല ക്ലാസ് കേൾക്കുന്നവർ. നാടന്മാർ നാം മലയാള ഭാഷയിൽ പറയുന്ന പൊതുജനങ്ങൾ എന്നതുപോലെയാണ്. പൊതുജനങ്ങളിൽ പല ഇനങ്ങളും ഉണ്ടാവാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ശൈലി ഇവിടെ ഞാൻ നിങ്ങളെ പലതവണ കേൾപ്പിച്ചത് നിങ്ങൾ മറന്നു കാണുകയില്ല. അന്നാസു കഇബിലിൻ മിഅ ലാ തകാദു തജിദു ഫീഹാ റാഹില. മനുഷ്യന്മാർ 100 ഒട്ടകത്തോട് തുല്യപ്പെടുത്തുന്ന ദൂതർ. 100 ഒട്ടകത്തിൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന, യാത്ര ചെയ്യാൻ അതിന് മാത്രം ത്രാണമുള്ള, കൽപ്പുള്ള, കഴിവുള്ള, ശക്തിയുള്ള, ആരോഗ്യമുള്ള ഒട്ടകം 100-ൽ ഒരെണ്ണം കിട്ടാൻ പ്രയാസമാണ്. ഒട്ടകവുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള അൽ ഖസ്വ എന്ന ഒട്ടകത്തിൻ്റെ മീതെ കയറി തന്നെ യാത്ര ചെയ്യാറുള്ളതായ നമ്മുടെ അനുഷ്യദ്യ നേതാവായ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ആണല്ലോ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 100 ഒട്ടകത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പരിപൂർണത കുറിക്കുന്ന, യാത്രക്ക് പറ്റുന്ന ഒരു ഒട്ടകം ലഭിക്കാൻ ലാ തകാദു തജിദു ഫീഹാ റാഹില റസൂലിൻ്റെ ശൈലിയാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്നതുപോലെയാണ് മനുഷ്യന്മാർ എന്നാണ് റസൂൽ പറയുന്നത്. 100 ആളിൽ ഒരാൾ മനുഷ്യനെന്ന് പറയാൻ പറ്റുന്ന ആൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന അർത്ഥത്തിലേക്ക്. പലരും നല്ല ടിപ്പ് ടോപ്പിലാണ്. അടുത്താൽ ആളെ മനസ്സിലാക്കാൻ പറ്റുക, സംസാരിച്ചാലാണ് ആളെ വിലയിരുത്താൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ വിജ്ഞാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ദീനിനെക്കുറിച്ച്, അവർ മുസ്ലിങ്ങളാണെങ്കിൽ മതത്തെക്കുറിച്ച്, അവർ മതവുമായുള്ള ബന്ധത്തെക്കുറിച്ച്, അപ്രകാരം പരിസരത്തെക്കുറിച്ച്, അപ്പോഴാണ് മനുഷ്യനെ വിലയിരുത്താൻ സാധിക്കുക. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ക്ലാസ് കേൾക്കുന്നവർ, മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, പ്രത്യേകിച്ച് മക്കയിലും മദീനയിലും അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിലുമെല്ലാം ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഇറങ്ങിയതായ ഖുർആൻ, സുന്നത്ത്, ഇവിടെ ഇറങ്ങിയതായ ആ മൻഹജ്, ഇവിടെ ഇറങ്ങിയതായ ആ നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടി അള്ളാഹു ഇറക്കിയ ലോകാത്ഭുത ഗ്രന്ഥത്തിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നവർ മറ്റുള്ളവരെ പോലെയാവാൻ പാടുള്ളതല്ല. ഉയർന്ന് ഉള്ളവരായി, വ്യത്യസ്തപ്പെട്ടവരായി ജീവിക്കണം എന്നർത്ഥത്തിലേക്ക്. അപ്പോൾ എന്ത് വേണ്ടി വരും? അപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡിനോട് അനുസരിച്ചിട്ടുള്ളതായ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യേണ്ടി വരും. എന്നും കേട്ടത് തന്നെ, പറഞ്ഞത് തന്നെ പറയാറുണ്ടല്ലോ എന്നതായ ചോദ്യത്തിനു കൂടി അത് മറുപടിയായി മാറും. നമ്മുടെ മതം 100 കൊല്ലം പ്രസംഗിച്ചാലും ഒരു കാര്യവും നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് ചേർക്കാൻ അതിലില്ല. അത് ഒരു സമൂഹത്തിന് അന്ത്യദിനം വരെ നടപ്പാക്കാനുള്ള വിശ്വാസപരമായ, ആരാധനാപരമായ, കർമ്മപരമായ, അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വഭാവപരമായ, അഖ്ലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, എ തൊട്ട് സെഡ് വരെ, കുടിൽ തൊട്ടു കൊട്ടാരം വരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നടപ്പാക്കി ജീവിക്കേണ്ട, ഖുർആനീകരിച്ച്, സുന്നത്തീകരിച്ച്, മക്കീകരിച്ച്, മദീനീകരിച്ച്, ഇസ്ലാമീകരിച്ച് ജീവിക്കേണ്ട ഒരു സമൂഹം ഇവിടെ ഉണ്ടാവാൻ വേണ്ടി ഇറങ്ങിയതായ ഒരു മതമാണിത്. എന്നിരിക്കുമ്പോൾ ആ മതത്തിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ മനുഷ്യന്മാരിലൂടെ ഒന്നും കൂട്ടിച്ചേർക്കുവാനോ കുറക്കുവാനോ ഉള്ള അധികാരമോ അവകാശമില്ല. കാരണം അത് മനുഷ്യന്മാരുടെ മതമല്ല, മറിച്ച് റബ്ബിൻ്റെ മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ മതമാണ് എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ആരും മുഷിയാനോ
അല്ലെങ്കിൽ വില നൽകാതിരിക്കുവാനോ അല്ലെങ്കിൽ അവഗണിക്കാനോ പാടുള്ളതല്ല ഈ മതത്തിൻ്റെ വിധിവിലക്കുകളുടെ മുമ്പിൽ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തതായ വിഷയം വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഫാമിലി ക്ലാസ്സിൽ മദീനയിൽ ഇപ്പോൾ നടക്കുന്നതായ ഈ ക്ലാസ്സിൽ ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം ഇബാദത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വിശദീകരിച്ച ഭാഗം തന്നെയാണ് ഇന്നും കേൾക്കാൻ പോകുന്നതെങ്കിലും കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ കുറിപ്പ് ഇവിടെ തയ്യാർ ചെയ്യാൻ നമ്മുടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉപരിപഠനം നടത്തുന്ന പണ്ഡിതന്മാർ ഇവൻ്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇവൻ നടത്താറുള്ള ബുധനാഴ്ച ക്ലാസ് കുറിപ്പിലാക്കി മാറ്റുന്ന പദ്ധതി ആരംഭിച്ച ശേഷം ഞാൻ പറയാത്തതായ സബ്ജക്റ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ മുമ്പ് ചർച്ച ചെയ്തതിൽ അൽ ഈമാൻ എന്ന പദം 437 തവണ ഖുർആൻ ചർച്ച ചെയ്യുന്നതും അപ്രകാരം അതിൻ്റെ നേരെ തൊട്ടു നിൽക്കുന്ന അൽ ഇസ്ലാം എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല 50ഓളം തവണ ഖുർആനിൽ ചർച്ച ചെയ്യുന്നതും അപ്രകാരം തന്നെ ചർച്ച ചെയ്യാൻ കുറിപ്പിൽ ഉൾക്കൊള്ളാത്തതായ ശേഷിക്കുന്ന ഭാഗം ഖുർആനിൽ മടങ്ങി 96 തവണ വന്നതായ പദമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പലപ്പോഴും കേട്ട് പരിചയമുള്ളതായ പദമാണെങ്കിലും അതിനൊരു പ്രത്യേക ശൈലി, ഒരു പ്രത്യേക തർത്തീബ് വഴിക്ക് വഴി നൽകിയും കൊണ്ട് ഞാൻ ഇന്ന് അത് വിശദീകരിക്കാൻ പരിശ്രമിക്കാം. അല്ലാഹു അതിൽ നിന്നിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ പഠിച്ച് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനു മുമ്പ് നമുക്കേവർക്കും അല്ലാഹു ആത്മാർത്ഥത നൽകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അത് യഥാർത്ഥത്തിൽ ഷിർക്ക് എന്ന പദമാണ്. എന്താ ഷിർക്കിന് പ്രാധാന്യം നൽകേണ്ടതുണ്ടോ? ഈമാന് പ്രത്യേകത നൽകിയും കൊണ്ട് ഖുർആനിൽ 437 തവണ റബ്ബ് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം 50ഓളം ആയത്തുകളിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ, ഷിർക്ക് എന്നത് 96 ആയത്തുകളിലൂടെയാണ് റബ്ബ് ചർച്ച ചെയ്യുന്നത്. റബ്ബ് ഓരോ സബ്ജക്റ്റുകൾ ഖുർആനിൽ ചർച്ച ചെയ്യുമ്പോൾ മടങ്ങി വരുന്ന വിഷയം എന്തായിരിക്കും? പ്രാധാന്യമർഹിക്കുന്ന വിഷയമായിരിക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? മടക്കി പറയുകയില്ല. അതുകൂടി നാം മനസ്സിലാക്കണം. തഖ്വയെക്കുറിച്ച് 152 തവണ എന്ന് നാം പറയാറുള്ളത് പോലെ തഖ്വയെക്കുറിച്ച് 152 തവണ, വിജ്ഞാനത്തെക്കുറിച്ച് 379 തവണ. 379 തവണയാണ് വിജ്ഞാനം എന്ന പദം ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല. ആ വിജ്ഞാനം, ശിർക്കിനെ കുറിച്ചുള്ള വിജ്ഞാനം, ഈമാനിനെ കുറിച്ചുള്ള വിജ്ഞാനം, ഇസ്ലാമിനെ കുറിച്ചുള്ള വിജ്ഞാനം, വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം, ആരാധനപരമായ ഇബാദത്തുകളെ കുറിച്ചുള്ള വിജ്ഞാനം, ഇതെല്ലാം ആ വിജ്ഞാനത്തിൽ ഉൾക്കൊണ്ടു അള്ളാഹുവിനെ പഠിക്കുക, അവൻ്റെ നബിമാരെക്കുറിച്ച് പഠിക്കുക, അവൻ്റെ മലക്കുകളെക്കുറിച്ച് പഠിക്കുക, അവൻ നമ്മോട് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, അതെല്ലാം ഇൽമി എന്ന പദത്തിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നു. വിജ്ഞാനം എന്ന പദം അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരായിട്ട് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കാനേഷ്മാരി മുസ്ലിങ്ങൾ, ജനന സർട്ടിഫിക്കറ്റ് മുസൽമാന്മാർ, ഇന്നലെ രാത്രി മുതൽ വന്ന ഫോണ് എത്രയാണെന്ന് എൻ്റെ ഓർമ്മയിലില്ല. എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നിട്ടും, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നിട്ടും, പ്രത്യേകിച്ച് സൗദി അറേബ്യൻ്റെ അകത്തിൽ നിന്നിട്ടും എല്ലാവരുടെയും ചോദ്യം എന്താണ്? റജബ് 27 നോമ്പുണ്ടോ? മെഹറാജ് എന്നത് സംഭവിച്ചത് ആ രാത്രിയാണോ എന്നതാണ്. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്നിട്ട് നാം എന്ത് മനസ്സിലാക്കുന്നു? നിങ്ങളെപ്പോലത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സ്ഥിരമായി പണ്ഡിതന്മാരുമായി ബന്ധമുള്ള, ദീനുമായി ബന്ധമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി കേരളത്തിൽ പണ്ട് ഞാൻ കേരളത്തിലുണ്ടായിരുന്ന കാലഘട്ടമാകുന്ന 40ഓളം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ 10 കിതാബ് എന്ന പേരിൽ 12 കിതാബ് പഠിപ്പിക്കുന്ന കിതാബുകളുടെ കൂട്ടത്തിൽ ബാബുസോം അല്ലെങ്കിൽ കിതാബുസോം, നോമ്പിൻ്റെ കിതാബാകുന്നു എന്ന പേരിലുള്ള കിതാബ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ കിതാബിൽ എന്തില്ല? നോമ്പ് പറഞ്ഞ കൂട്ടത്തിൽ റജബ് 27 ഇല്ല, ശഅബാൻ 15 ഇല്ല. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബാണ്. എല്ലാ വകുപ്പും പിന്നൊക്കെ വകുപ്പാകുന്നതിന് മുമ്പ് എല്ലാവരും ഒരുപോലെ പഠിച്ച കിതാബാണത്. മനസ്സിലായില്ലേ? പള്ളി ദർസിൽ
അതിലെന്തില്ല? റജബ് 27 നോമ്പില്ല, ശഅബാൻ 15 നോമ്പില്ല. എന്താ ഇല്ലാത്തത്? ആ കിതാബിന്റെ പേരെന്താണ്? പഠിച്ചോളി. കിതാബിന്റെ പേരെന്താണ്? കിതാബു സോം. ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ അള്ളാഹ്ക്ക് നോക്കേണ്ട നിർബന്ധവും സുന്നത്തുമായ നോമ്പുകളുടെ കിതാബ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും പുറത്തു പോകാൻ പാടില്ലല്ലോ. ഉള്ളതാണെങ്കിൽ, ദീനിലുള്ളതാണെങ്കിൽ ആ കിതാബിൽ നിന്നിട്ട് പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ ആ കിതാബിൽ ഇല്ലാത്തത് എന്തുകൊണ്ട്? ദീനിലില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചോദ്യം ചോദിച്ചവർ അവഗണിച്ചതല്ല. ചോദ്യം ചോദിച്ചവർ മറ്റുള്ളവർക്ക് വിശദീകരിക്കാൻ വേണ്ടിയുള്ള ചോദ്യം ചോദിച്ചായിരിക്കാം. പിന്നെയോ പഠിച്ചിരിക്കണം നാം, മനസ്സിലാക്കിയിരിക്കണം നാം, പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം നാം, ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കണം നാം. ഈ സാധുവിനെ പോലത്തവർ പറയുമ്പോൾ ചിലപ്പോൾ പറഞ്ഞത് മടക്കി പറയുന്നത് യഥാർത്ഥത്തിൽ മടക്കി പറയണം എന്ന നിർബന്ധം അള്ളാഹ്ക്കുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അള്ളാഹ് പറയുന്നവർക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക ദൂതരേ. ഓർമ്മപ്പെടുത്തൽ എന്തിനാണ്? പണ്ട് കേട്ടുകൊണ്ടേയിരുന്നതിനെയാണ്, പുതിയതല്ലാതെ അർത്ഥം. അവർക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക ദൂതരെ. ഓർമ്മപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈമാനുള്ളവർക്ക് അത് ഫലിക്കും. അള്ളാന്റെ വാക്കാണ്, ഞാൻ പറഞ്ഞല്ല, അള്ളാഹ് പറയാണ്. ഓർമ്മപ്പെടുത്തി കൊടുക്കുമ്പോൾ മുമ്പ് കേട്ടത് തന്നെ കേൾക്കുകയാണെങ്കിലും ഈമാനുള്ളവർക്ക് അത് ഫലിക്കും. അതെ, അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയമല്ല റജബ് 27 ഈ ദിവസം എന്നതുകൊണ്ട് അറിവില്ലാത്തവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പലരും ചോദിച്ചതിന് മറുപടി എന്നോണം ഞാൻ മറുപടി നൽകുന്നു. എന്ത്? അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ എന്നും ഉണ്ടായിരിക്കണം. നാം നോക്കേണ്ട നോമ്പുകളിൽ പെട്ടത് ഏതൊക്കെയാണ്? നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അറഫ നോമ്പ് സുന്നത്താണ് ഹാജിമാരല്ലാത്തവർക്ക്. മുഹറം മാസം 10 നോമ്പ് സുന്നത്താണ്, 9 സുന്നത്താണ്. അല്ലെങ്കിൽ 9, 10, 11 അല്ലെങ്കിൽ 10, 11. മനസ്സിലായില്ലേ? എല്ലാ മാസത്തിലും ആദ്യത്തെ 3 മധ്യത്തിലെ 3 അവസാനത്തെ 3 ഏതെങ്കിലും ഒരു 3 നോമ്പ് എല്ലാ മാസത്തിലും സുന്നത്താണ്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പ് സുന്നത്താണ്. ഇതൊക്കെ നാം സുന്നത്താണെന്ന് പഠിച്ചു വരുന്നതാണ്. റമളാൻ മാസത്തോട് സമാപനം നടത്തിക്കഴിഞ്ഞാൽ, റമളാൻ മാസം നമ്മോട് വിട വാങ്ങിക്കഴിഞ്ഞാൽ 6 നോമ്പ് ശവ്വാൽ മാസത്തിലൂടെ നോക്കലും സുന്നത്താണ്. അതെ, ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതായ നോമ്പുകളാണ്. ഇക്കൂട്ടത്തിൽ നാം എന്ത് പഠിച്ചിട്ടില്ല? എന്ത് പഠിപ്പിച്ചിട്ടില്ല? റജബ് 27 പഠിച്ചിട്ടില്ല, പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ശഅബാൻ 15 പഠിച്ചിട്ടില്ല, പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? അത് ദീനിലില്ല. റജബ് 27 കള്ള ഹദീസിൽ കൂടി വന്നതാണ്. ശഅബാൻ 15 ലഈഫായ ഹദീസിൽ കൂടി വന്നതാണ്. ശഅബാൻ 15 ലഈഫായ ഹദീസിൽ കൂടി വന്നതാണ്. ഇനി ആരെങ്കിലും സ്ഥിരമായി എല്ലാ മാസത്തിലും ഒന്നിരിക്കലോ ആ മാസത്തിൻ്റെ ആദ്യത്തെ 3 അല്ലെങ്കിൽ മധ്യത്തിലെ 3 അല്ലെങ്കിൽ അവസാനത്തെ 3 നോമ്പ് നോറ്റുകൊണ്ടേ ഇരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം റജബ് 27 എന്ന പേരിൽ നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. മനസ്സിലായോ? റജബ് 27. അതുപോലെ തന്നെ റജബ് 27 എന്ന ആ ദിവസം സ്ഥിരമായി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ റജബ് 27 വന്നതെങ്കിൽ നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? റജബ് 27 നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്ന നിയ്യത്തോടു കൂടി ഒരാൾ നോമ്പ് പിടിച്ചാൽ നോമ്പ് കാരണത്താൽ പരലോകത്തിൽ അവന് ശിക്ഷിക്കപ്പെടും. നോമ്പ് നോറ്റതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടും. എന്തുകൊണ്ട്? റസൂല് പറയാത്തതിനെ അവൻ ഇസ്ലാമിൽ ഉണ്ടാക്കി കൂട്ടിച്ചേർത്തു, എന്നിട്ട് ബിദ്അത്ത് ചെയ്തു. ബിദ്അത്ത് ചെയ്താൽ യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, നല്ല കാര്യമാണ് നാം ചെയ്തത് എന്ന് അവർക്ക് തോന്നുന്നു. ആ രൂപത്തിൽ നന്മകളെ ദീനിലില്ലാത്തതിനെ ദീനിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ ചെയ്യുന്നു. നീ ഹൃദയം കൊണ്ട് നിനക്ക് നല്ലതായി തോന്നലല്ല ദീൻ, മറിച്ച് ഇവിടെ അന്ത്യവിഷം കൊള്ളുന്നവർ നമുക്ക് പഠിപ്പിച്ച് തന്നതാണ് കൂട്ടരേ ദീൻ. അവർ പറയാത്തത് നമുക്ക് വേണ്ട, അതുകൊണ്ട് അവരെയും കൂടി അയച്ചത്. അള്ളാഹ് അവരെയും കൂടി അയച്ചത് ഇത് ഈ ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്നതല്ല നോട്ടം. അതെ, വിശദീകരണം. റജബ് നോമ്പ്, സുന്നത്തായ നോമ്പുകൾ എന്നീ നോമ്പുകളെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ചിട്ട് ഇവൻ തന്നെ ചർച്ച ചെയ്തതായ CD-കളും
കേസറ്റുകളും ഇവിടെ ധാരാളം ലഭിക്കും. അവിടെ എന്തുകൊണ്ടാണ് റജബ് 27 മെഹറാജ് അല്ല, മെഹറാജ് റജബ് 27 പറയുന്ന തത്വം ശരിയല്ല. അത് 5-6 അഭിപ്രായങ്ങളുള്ള വിഷയമാണ്. അതിൽ ഒരു അഭിപ്രായമാണ് റജബ് 27 എന്നതിൽ. പക്ഷേ റജബ് 27 എന്ന ആ അഭിപ്രായം നുബുവത്തിൻ്റെ 10ാമത്തെ വർഷത്തിലുള്ളതായ റജബ് 27 എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ തത്വം ശരിയല്ല. എന്തുകൊണ്ട്? ഖദീജ റളിയല്ലാഹു തആല അൻഹ നുബുവത്തിൻ്റെ 10ാമത്തെ വർഷത്തിലുള്ള റമളാനിലാണ് എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. ഖദീജ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ മക്കയിൽ വഫാത്താകുന്നത് കഅബയുടെ അകത്ത് ഒരു പത്രം കെട്ടിത്തൂക്കപ്പെട്ടു. എന്താണ് ആ പത്രം? ബനു ഹാഷിം ഗോത്രക്കാര് അറബികളുമായൊരു ബന്ധവുമില്ല, മുഹമ്മദ് പുതിയ മതം കൊണ്ടുവന്നത് കാരണത്താൽ. അതിൽ അബൂ താലിബ് അടക്കം അതിൽ പെട്ടു. അവരെല്ലാം ഷിഅബ് അബി താലിബ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ ഇടുക്കിൻ്റെ ഇടയിൽ, 2 പർവ്വതത്തിൻ്റെ ഇടയിൽ 3 വർഷം അറസ്റ്റിലായിരുന്നു. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, രഹസ്യമായിട്ടായിരുന്നു അവർക്ക് ഭക്ഷണമൊക്കെ എത്താറുണ്ടായിരുന്നത്. ആ മഹാപരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഖദീജ വഫാത്താകുന്നത്. അത് സമാപനം നടക്കുന്നതിന് ചില റിപ്പോർട്ടുകളിൽ 3 ദിവസം മുമ്പാണ് ഖദീജ വഫാത്താകുന്നത്. അത് നുബുവത്തിൻ്റെ 10ാമത്തെ വർഷത്തിൽ റമളാൻ മാസത്തിലാണ്. ഖദീജയാണെങ്കിൽ മരണം വരെ ഒരൊക്ത് നമസ്കാരം നമസ്കരിക്കാത്തവരാണ്. എന്താ കാരണം? നമസ്കാരം നിർബന്ധമായിട്ടില്ല. നമസ്കാരം നിർബന്ധമായാൽ റസൂലുള്ളാഹിന്റെ ഭാര്യ നമസ്കരിക്കാതിരിക്കുമോ? ഇല്ല. അപ്പോൾ നമസ്കാരം നിർബന്ധമാവാത്തത് കൊണ്ട് ഖദീജ മരണം വരെ ഒരൊക്ത് നിസ്കരിച്ചിട്ടുമില്ല. ഖദീജ മരണം വരെ ഒരൊക്ത് ഫർളായ നമസ്കാരം നമസ്കരിച്ചിട്ടില്ല. സുന്നത്ത് നമസ്കരിച്ചിരിക്കാം. മനസ്സിലായില്ലേ? ഇതിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാരുടെയോ ചരിത്രകാരന്മാരുടെയോ ഇടയിലില്ല. അങ്ങനെയുള്ള ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത് നുബുവത്തിൻ്റെ 10ാമത്തെ വർഷത്തിലുള്ള റമളാനിലാണെങ്കിൽ, അതുവരെ നമസ്കാരം നിർബന്ധമായിട്ടില്ലെങ്കിൽ, അതിനു മുമ്പ് 2 മാസം മുമ്പുള്ള റജബിൽ എങ്ങനെയാണ് മെഹറാജ് ഉണ്ടാവുക? റജബിൽ മെഹറാജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ഖദീജ നമസ്കരിക്കണ്ടേ? മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എപ്പോഴാണ് മെഹറാജ് ഉണ്ടായത് എന്ന 6 അഭിപ്രായത്തിൽ ഏറ്റവും ശേഷികെട്ട അഭിപ്രായം അത് റജബ് 27 എന്ന അഭിപ്രായം ആവാൻ കാരണം. ഇപ്പോൾ മനസ്സിലായോ? ഇങ്ങനെ നാം ആധികാരികമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതായ പണ്ഡിതന്മാർ, എല്ലാ വകുപ്പിൽപ്പെട്ട പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതായ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഖസ്തല്ലാനിയുടെ ഗ്രന്ഥമടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ട ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല, ഞാൻ പെട്ടെന്ന് വിഷയത്തിൽ കടക്കാം. പക്ഷേ സാന്ദർഭോചിതമായിട്ട് പല സഹോദരിമാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്നോണമാണ് ഈ ചെറിയ വിശദീകരണം റജബ് 27 എന്നതിനെക്കുറിച്ച്. അപ്പോൾ റജബ് 27 മെഹറാജ് ഉണ്ടായത് എന്ന തത്വം അംഗീകരിക്കപ്പെടാത്ത ഒന്നാണ്. പിന്നെ റജബ് 27 പ്രത്യേക നോമ്പോ അത് കള്ള ഹദീസുമാണ്. ഞാനിവിടെ പള്ളിയിൽ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, 35 വർഷത്തിൽ പരമായി ഈ സാധു അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി മദീനയിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഹറമിലാണ് പണ്ട് ഞാൻ ക്ലാസ് ആരംഭിച്ചത്. 74 ഏകദേശം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മദീന പള്ളിയിലുള്ള ഹറമിൽ. അത് അഭിമാനത്തോടുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം, 2ാം നമ്പർ സീറ്റ്, അവിടെയുള്ള കസാല, ഈ സാധു ഇരുന്ന് ക്ലാസ് എടുക്കുന്ന കസാലയായിരുന്നു ആ കാലഘട്ടത്തിൽ. 2ാം നമ്പർ കസാല, അതും ബാബുർ റഹ്മത്തിൻ്റെ അകത്തേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നേരെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ മധ്യത്തിലായിരുന്നു ആ കസാല വെക്കപ്പെടാറുണ്ടായിരുന്നത്. അവിടെയായിരുന്നു 74 മുതൽ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സാധു ക്ലാസ് ആരംഭിച്ചത് ഈ മലയാളികൾക്ക്, മദീനക്കാർക്ക് വേണ്ടി. ആ കാലഘട്ടത്തിലുള്ള ചില ആൾക്കാർ ഇപ്പോഴും മദീനയിലുണ്ട്, സദസ്സിലില്ലെങ്കിലും. പറഞ്ഞു വരുന്നത്, അന്ന് തന്നെ ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നതൊക്കെ പറയാറുണ്ട്, വെല്ലുവിളിക്കാറുണ്ട്. എവിടെയെങ്കിലും ഒരു സഹീഹായ ഹദീസ് റജബ് 27 നോമ്പിനെ കുറിച്ചുണ്ടെങ്കിൽ ഞാൻ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ
പകരം പലതും പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ആരും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ബറാഅത്ത് എന്ന രാത്രിയെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തതിനെക്കുറിച്ച് ഗണ്ണിച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഹിദായത്തിലാക്കട്ടെ, അയാൾ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. മദീനയിലായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം. പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ശഅബാൻ മാസം 15-ാം രാത്രിയിൽ അറിയപ്പെടുന്ന ബറാഅത്ത് രാത്രി എന്ന പേരിലുള്ള ഒരു രാത്രി സഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും, പുസ്തകത്തിൻ്റെ തുടക്കമാണത്, മനസ്സിലായില്ലേ? നമുക്ക് എതിരിൽ എഴുതിയതാണ്, ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം അയാൾ പറഞ്ഞ് നമ്മൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അതിനപ്പുറം മൂപ്പർ എന്ത് പറഞ്ഞു എന്നത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നാം അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്ത്? സഹീഹായ ഹദീസിൽ അങ്ങനെയുള്ള ഒരു രാത്രി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അങ്ങനെയുള്ളൊരു നോമ്പ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിടവാങ്ങാൻ പോകുന്ന മാസത്തിൽ ഉള്ള കള്ള ഹദീസിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട റജബ് 27 നോമ്പും പഠിച്ചു. വരാൻ പോകുന്ന ശഅബാൻ 15 നോമ്പും അതോടുകൂടി നാം പഠിക്കുകയുണ്ടായി. നോക്കൂ, എത്ര നിർബന്ധം ചിലർക്ക് അറിവില്ലാത്തവർക്കാണ്. എന്തിൽ? ഈ റജബ് 27 ഇല്ലാത്ത നോമ്പ് നോറ്റ് നരകത്തിൽ പോകാനുള്ള നിർബന്ധം. ഉള്ള നോമ്പായ ആ തിങ്കളാഴ്ച നോമ്പ് അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് അതിന് മുമ്പേ കിട്ടൂല, അല്ലേ? അങ്ങനെയാണ്. ആ റസൂല് ചെയ്ത, സഹാബാക്കൾ ചെയ്ത, സല്ലല്ലാഹു അലൈഹി വസല്ലം താബിഈങ്ങൾ ചെയ്ത, അതിന് പലരെയും കിട്ടൂല. ഇതാണ് നമ്മുടെ ഖൗമിൽ നിന്നിട്ട് അറിവില്ലാത്തവരുടെ നീക്കം. അവരെ അള്ളാഹു സന്മാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് നയിക്കട്ടെ. സഹോദര സഹോദരിമാരെ, അപ്പോൾ നാം ഇന്നത്തെ ദിവസത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ, റബ്ബ് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ. ഈമാൻ പറഞ്ഞു, അതുപോലെ തന്നെ നാം എന്ത് പറഞ്ഞു കഴിഞ്ഞു? ഇത് ഇസ്ലാം പറഞ്ഞു. അപ്രകാരം ശിർക്ക് എന്ന പദത്തിനെ കുറിച്ച് ചെറിയ വിശദീകരണം എന്ന് പറയാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വിശദീകരണങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ നീട്ടിവെക്കുകയും ചെയ്യാം. 96 തവണ ഖുർആനിൽ മടങ്ങി വരുന്നത് പദമാണെന്ന് പഠിച്ചു. കുഫർ 311 തവണയും, ഈമാന് കുഫർ 311 തവണയും, ഈമാന് 437 തവണയും, ഇസ്ലാം 50ഓളം പ്രാവശ്യവും ആണ് നാം പഠിച്ചു വന്നത്. പ്രധാനപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങളിൽ അള്ളാഹ് ഉപയോഗിച്ച സാങ്കേതിക പദമാണ് നിങ്ങൾ കേൾക്കുന്നത്. കുഫർ, ഈമാന്, ശിർക്ക്, ഇസ്ലാം, അല്ലേ? അതെ. ഇതിൽ ഭാഷാടിസ്ഥാനത്തിൽ ശിർക്കെന്ന് പറഞ്ഞാൽ അശ്റക്തു ഫുലാനൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ ശരീക്കാക്കി എന്ന് പറഞ്ഞാൽ ജഅൽതുഹു ശരീക്കല്ലി, അദ്ദേഹത്തിന് എന്നോട് കൂടി പാർട്ട്ണറാക്കി എന്നർത്ഥം. അതാണ് നമ്മുടെ പറയാറുള്ള ശരീക്കാൻ, കമ്പനി, പാർട്ട്ണറാക്ക്, എൻ്റെ ശരീക്കാർ, എൻ്റെ പാർട്ട്ണറാര് എന്ന അർത്ഥത്തിലേക്കാണ്. അതാണ്. അതെ. അതുകൊണ്ട് അള്ളാഹു പറയുന്ന കാണാം, അശ്രിക്കുഹു ഫീ അംരി, ഹാറൂനിനെ എന്നോടൊപ്പം നീ എന്നെ നിർണയിച്ച് എന്നിൽ ഏൽപ്പിച്ച് അർപ്പിച്ച നുബുവത്തിൽ ശിർക്ക് വെപ്പിക്കണം. ആരോട് പറയാണ്? അള്ളാഹോട് പറയാണ്. ആര് പറയാണ്? എൻ്റെ കൂടെ അല്ലേ നിങ്ങൾ? മൂസ പറയാണ് പ്രാർത്ഥനയിൽ, അശ്രിക്കുഹു ഫീ അംരി. ആരെ? ഹാറൂനിനെ മൂസ ആവശ്യപ്പെടുകയാണ്. മനസ്സിലായില്ലേ? എൻ്റെ കൂടെ തന്നെ എന്നിൽ നീ അർപ്പിക്കപ്പെട്ട ഈ നുബുവത്ത് മൂപ്പർക്കും കൊടുക്കണം. ചോദിച്ചു വാങ്ങിയതാ, പ്രാർത്ഥിച്ചിട്ട് അള്ളാഹിനോട്, അനുജന് വേണ്ടി അല്ലെങ്കിൽ ജ്യേഷ്ഠന് വേണ്ടി, സഹോദരന്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പങ്കാളിയാക്കണം, അതാണ് ശരീക്ക്. ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ എന്താണ്? പലരുടെയും പോക്കറ്റിലുള്ള ഇഖാമയിൽ എഴുതി കാണും ശരീക്കാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ അതാണ് നല്ലത്. ശരീക്ക, കമ്പനി. അതെ. ഇത് ഭാഷാ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിക ശർഈ നിയമം സാങ്കേതിക അർത്ഥത്തിൽ അത് ആമും ഖാസുമായ 2 വിശാലമായ അർത്ഥങ്ങളാണ് അതിന് ഇസ്ലാം നൽകുന്നത്. ആമായ അർത്ഥം, നിങ്ങൾ മദീനയിൽ, മക്കയിൽ, സൗദി അറേബ്യയിൽ തൗഹീദിന്റെ നാട്ടിൽ, തൗഹീദിന്റെ പതാക പറക്കുന്ന നാട്ടിൽ താമസിക്കുന്ന വേളയിൽ ഈ വിശദീകരണം നിർബന്ധമായി പഠിച്ചിരിക്കണം. ഈ വിശദീകരണം പലരും പല നാടുകളിലും തൗഹീദ് അറിഞ്ഞവരും പഠിച്ചവരും പറയാറില്ല. മടിയാണ് അവർക്ക് പറയാൻ. എല്ലാരെ കുറിച്ചല്ലട്ടാ, ചിലരെന്നാ പറഞ്ഞത്. ആമും ഖാസും എന്ന് പറഞ്ഞു, വിശദമായ ഖാസായ. എങ്ങനെയാണത്? ആമായ മാന തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹി ഫീമാ ഹുവ മിൻ ഖസായിസിഹി സുബ്ഹാനഹു വതആല.
അള്ളാഹു അല്ലാത്തവരെ അള്ളാഹു മാത്രം തഖസ്സുസായ ചില കാര്യത്തിൽ തുല്യപ്പെടുത്തുക. അള്ളാഹു അല്ലാത്തവരെ അള്ളാഹു മാത്രം തഖസ്സുസായ, അള്ളാഹ് മാത്രം സ്പെഷ്യലിസ്റ്റായ, അള്ളാഹ്ക്ക് മാത്രം ഉണ്ടാവേണ്ടതായ ചില കാര്യങ്ങളിൽ തുല്യപ്പെടുത്തുക. അതിൽ 3 ഇനമാണ് നാം നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഭാഗമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് അശ്ശിർക്കു ഫിർ റുബൂബിയ്യ, അതാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. അശ്ശിർക്കു ഫിർ റുബൂബിയ്യ, റബ്ബ് റബ്ബാവണം എന്നതിന് പ്രത്യേകതകൾ ഖുർആൻ പറയുന്നുണ്ട്. റബ്ബ് റബ്ബാണ്, എല്ലാവരും റബ്ബാവൂല. റബ്ബ് റബ്ബാണ്, റബ്ബാവാൻ കുറേ പ്രത്യേകതകളുണ്ട്. അതിൽ അള്ളാഹ് മാത്രം സ്പെഷ്യലിസ്റ്റായ, അള്ളാഹ്ക്ക് മാത്രം ഉള്ളതായ സിഫാത്തുകൾ റബ്ബ് റബ്ബാവാൻ അള്ളാഹ് തന്നെ ഖുർആനിലും റസൂല് സുന്നത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ മറ്റുള്ളവരെ തുല്യപ്പെടുത്തുമ്പോൾ എന്തായി? അത് ഷിർക്കായി. അതെ, അതാണ് ഷിർക്കുൻ ഫിർ റുബൂബിയ്യ എന്ന് പറയുക. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, റുബൂബിയ്യത്തിൻ്റെ സിഫാത്തുകൾ എന്നിട്ട് ഏതെങ്കിലും അള്ളാഹുവിലേക്ക്, അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറയുകയും ചെയ്യുക. ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാവാൻ, ക്ഷീണം വരുന്നുണ്ടോ? പെട്ടെന്ന് മനസ്സിലാവാൻ കുറച്ച് ഇന്ന് ചിന്തിച്ച് പഠിക്കണം. ഖൽഖ്, ഖൽഖ് എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഖാലിഖ്, അല്ലേ? റബ്ബ് ഖാലിഖാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അറിയാത്ത ആൾ ആരുമില്ല, അല്ലേ? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, അവർ ഒന്നുമില്ലാതെ പ്രകൃതിയുടെ വികൃതികളായി പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായതാണോ? അള്ളാന്റെ ചോദ്യം. നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് ഉണ്ടായതാണോ? നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? അള്ളാഹ് ചോദിക്കുകയാണ്. അംഹുമുൽ ഖാലിഖൂൻ, അല്ലെങ്കിൽ അവരെ തന്നെ അവരാണോ സൃഷ്ടിച്ചത്? ഒന്നിരിക്കലോ അവർ സൃഷ്ടിച്ചെന്ന് പറയണം, അല്ലെങ്കിൽ അവർ ഒന്നുമില്ലാതെ വെറുതെ ഉണ്ടായതാണെന്ന് പറയണം. എന്താ സംഭവിച്ചത്? അള്ളാഹ് ചോദിക്കുകയാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവരൊന്നുമില്ലാതെ വെറുതെ പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ? കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ, അഥവാ നിരീശ്വരവാദികൾ പറയുന്നത് പോലെ, മതം പൊട്ടിയവർ പറയുന്നത് പോലെ. പിന്നെ അള്ളാഹ് ചോദിക്കുകയാണ്, അം ഹുമുൽ ഖാലിഖൂൻ, അല്ല അവർ തന്നെ അവരെ സൃഷ്ടിച്ചോ? അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ, അല്ല ഈ ആകാശഭൂമികളെ അവരാണ് സൃഷ്ടിച്ചത് എന്നവർക്ക് വാദമുണ്ടോ? എന്താ നിങ്ങൾക്ക് ഇൽമില്ലേ? വിശ്വസിക്കുന്നില്ലേ? അറിവില്ലേ? ബൽ ലാ യൂഖിനൂൻ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കൊണ്ട് അറിഞ്ഞ് വിശ്വസിക്കാതിരിക്കുകയാണ്. അറിഞ്ഞ് വിശ്വാസം വേണ്ട എന്ന് വെച്ചതാണെന്ന് പറയും പോലെ. അതെ, ഇവിടെ ഖൽഖ്, ഈജാദ്, ഇമാത്ത, ഇഹ്യാ, തദ്ബീർ, ഇതൊക്കെയാണ് അള്ളാഹ് സ്പെഷ്യലിസ്റ്റായ അള്ളാഹ് റബ്ബാണ് എന്ന് നാം പറയുമ്പോൾ അംഗീകരിക്കുന്നത്. ഖൽഖ് സൃഷ്ടിപ്പ്, ഇഹ്യാ, ഇന്ന സലാത്തി, എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ അൽ ഹയ്യു, അത് എന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്, അതല്ല നമ്മൾക്ക് വേണ്ടത്. യുഹ്യീ വയുമീത്, യുഹ്യീ വയുമീത്, അള്ളയാണ് മുഹീ, അള്ളയാണ് മുമീത്, അള്ളയാണ് ജീവിപ്പിക്കുന്നവൻ, അള്ളയാണ് മരിപ്പിക്കുന്നവൻ. ഇതിൽ ആർക്കും പങ്കില്ല. ഇനി അങ്ങനെ ഒരാൾ ഷിട്ടാവിനോട് ആ വിഷയത്തിൽ തുല്യപ്പെടുത്തിയാൽ റുബൂബിയ്യത്തിൽ അദ്ദേഹം ശിർക്ക് ചെയ്ത ആളായി മാറി, അദ്ദേഹം മുസ്ലിം അല്ല. അതെ, അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. അതെ, അല്ലാഹ് ചോദിക്കുന്ന ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും, ഭക്ഷണം തീറ്റുക. സൃഷ്ടികളുടെ കയ്യിൽ അതിന് കഴിവ് കൽപ്പില്ല, അല്ലാഹ് കൊടുത്തിട്ടില്ല. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിലാണ് ഖസാഇനുസ് സമാവാതി വൽ അർളെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുകയില്ലായിരുന്നേനെ. അതെ, നമ്മുടെ കയ്യിൽ ഈ വിതരണം ചെയ്യുന്ന ഈ കാര്യം ഏൽപ്പിച്ചാൽ നാം കണക്കുകൂട്ടി പ്രയാസപ്പെടും. നമുക്കൊണ്ട് കൊടുത്ത് എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട്
ഏത് രാഷ്ട്രങ്ങളിൽ ആർക്കും തന്നെ സമത്വം നടപ്പാക്കാൻ എന്ന പേരും പറഞ്ഞ് കമ്മ്യൂണിസം സ്ഥാപിച്ച കാലഘട്ടത്തിലും സോഷ്യലിസം സ്ഥാപിച്ച കാലഘട്ടത്തിലും ഇന്ന് വരെ അത് വിജയിച്ചിട്ടില്ല. കാരണം തീറ്റിക്കുന്ന പദ്ധതി, ഭക്ഷണം നൽകുന്ന പദ്ധതി റബ്ബ് ഏറ്റെടുത്തതാണ്. നാം അതിൻ്റെ മാധ്യമങ്ങൾ മാത്രം ചെയ്യലാണ്. അത് നമുക്കൊണ്ട് ചെയ്യാൻ സാധിക്കൂല. അവർ മനസ്സിലാക്കിയതുപോലെ സമസ്ത സുന്ദരമായ ഭരണകൂടം ഞങ്ങൾ നടക്കും, എല്ലാവർക്കും തുല്യ അവകാശം നൽകും എന്നൊക്കെ പറഞ്ഞ കൂട്ടരിൽ നിന്നിട്ട് ആര് ബാക്കിയുണ്ട് ഇപ്പോൾ? കൂബയല്ലാതെ, കൊറിയയിൽ നിന്നിട്ട് രാഷ്ട്രമല്ലാതെ, ചൈനയിൽ നിന്നിട്ട് ചില ഭാഗമല്ലാതെ വേറെ എവിടെയുണ്ട്? കണ്ടില്ലേ റഷ്യ? സുബ്ഹാനല്ലാഹ്, 5 രാഷ്ട്രമാണ് ഒറിജിനൽ റഷ്യയിൽ ഇപ്പോൾ ശേഷിക്കുന്നത്. നിങ്ങൾ അറിയാവുന്നതുപോലെ അല്ലേ, 5 നാടാണ് ഏകദേശം ബാക്കിയുള്ളത്. ബാക്കി 12 നാടുകൾ, അർമീനിയ അടക്കം, ലാത്തിഫിയ അടക്കം ഓരോ നാടുകൾ, അത് അവിടെയുള്ള 10-12 നാടുകൾ ഒറ്റക്കൊറ്റക്ക് എന്തായി? സ്വാതന്ത്ര്യം വാങ്ങിപ്പോയി. ഇപ്പോൾ ഉള്ള അത്ഭുതം നിങ്ങൾക്കറിയാമോ? ഈ സ്വാതന്ത്ര്യം നേടിയ നാടുകളുടെ സ്ഥിതി പോലെ തന്നെ അതിനേക്കാളും നല്ല രൂപത്തിലാണ് ഇസ്ലാമിനെ ഈ സോവിയറ്റ് റഷ്യ എന്ന് പണ്ട് നാം പറഞ്ഞു വന്നിരുന്നതായ ആ റഷ്യൻ തലസ്ഥാന നഗരത്തിന്റെ പരിസരത്തുള്ള 5 രാഷ്ട്രത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കി വരുന്നത്. കമ്മ്യൂണിസത്തോട് എന്നേക്കുമുള്ള വിടവാങ്ങി 3 കെട്ടും കെട്ടി മയ്യത്ത് നിസ്കാരം നമസ്കരിച്ച് കഴിഞ്ഞു ലെനിനും കാറൽ മാർക്സിന്റെ കാലഘട്ടത്തോട്. എന്താണ് അവർ പഠിച്ചു, അനുഭവത്തിലൂടെ മനസ്സിലാക്കി. പറ്റൂല നാം പറയും പോലെ ജനങ്ങൾക്ക് തീറ്റിക്കാൻ, ജനങ്ങൾക്ക് തുല്യാവകാശം നൽകാൻ. അത് റാസിഖ് റബ്ബാണ്, അത് ഷിട്ടിയല്ല. ഷിട്ടികളെ കൊണ്ട് ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല എന്നത് അവർക്ക് അനുഭവത്തിലൂടെ മനസ്സിലായി. കിർഗിസിയ എന്ന് പറയുന്ന സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രത്തിൽ നിന്നിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ കുട്ടി എൻ്റെ ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൻ്റെ പഴയ കാലഘട്ടത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പള്ളിയിലൂടെയായിരുന്നു രഹസ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്ന സോവിയറ്റ് റഷ്യയുടെ കീഴിൽ ഞങ്ങളുടെ നാടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഇപ്പോൾ 2000 പള്ളിയാണ് കിർഗിസിയ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ മാത്രം. 12 നാടുകൾ നിന്നിട്ട് ഒരെണ്ണത്തിൽ 2000 പള്ളികളാണ് ഇപ്പോൾ ഉള്ളത്. അല്പം വർഷങ്ങളിലൂടെ എന്താ പ്രശ്നം മനസ്സിലാക്കി? അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസവും അള്ളാഹിലേക്കുള്ള മടക്കവും അല്ലാതെ ഷിട്ടികളെ കൊണ്ട് ഷിട്ടികളെ പ്രശ്നം ഏറ്റെടുക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹ് പറഞ്ഞ റൂട്ട് അംഗീകരിക്കാത്ത കാലത്തോളം എന്ന് അല്ലാഹു പറയുന്നു, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നിട്ടും അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം തീറ്റിക്കാൻ ആരുണ്ട് കൂട്ടരേ? അല്ലാഹയാണ് ഖാലിഖ്, അല്ലാഹയാണ് റാസിഖ്, അല്ലാഹയാണ് മുഹീ, അല്ലാഹയാണ് മുമീത്ത്, അല്ലാഹയാണ് തദ്ബീർ. അതെ, ഈ തദ്ബീറും തസറുഫൊക്കെ, തദ്ബീർ എന്ന് പറഞ്ഞാൽ കാര്യം കൈയാളുക, നിയന്ത്രിക്കുക, തദ്ബീർ. ഈ ലോകത്തിന്റെ തദ്ബീറിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഗ്രഹണം പറഞ്ഞ ദിവസത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. എത്ര കൃത്യമായിട്ടാണ് ഗ്രഹം നടക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഗ്രഹണം പോലത്തെ ഗ്രഹണം ഇനി മടങ്ങി വരണമെങ്കിൽ 65 വർഷം കഴിയണം, വിട്ടുകിടക്കണമെന്നാണ് കണക്ക് കൂട്ടി ശാസ്ത്രജ്ഞന്മാർ സ്ഥിരീകരിച്ചത്. അതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല. കാരണം അത് പഠിച്ചിട്ട് അള്ളാഹിന്റെ ഖുദ്റത്തിലേക്ക് എത്തുന്ന ശൈലിയാണ്. അതാണ് റബ്ബിന്റെ തദ്ബീർ. ഖേദകരമെന്ന് പറയട്ടെ, ഈ തദ്ബീറിന് ഘടകവിരുദ്ധമായ ശൈലിയാണ് സംസാരത്തിലൂടെയും തറാത്തീലുകളിലൂടെയും ഗാനങ്ങളിലൂടെയും ഡാൻസുകളിലൂടെയും ദീനിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ജീവിക്കുന്നത് മുസ്ലിങ്ങളിലേക്ക് ചേർത്ത് പറയുന്നവർ. അങ്ങനെയുള്ള വിഭാഗത്തിൽ നല്ലൊരു വിഭാഗം കേരളീയരും ഉണ്ട്. ഇത് കുന്ത ലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അതാക മിൻ ഖുദ്റതിൻ മാ ശിഅത മിൻ മുസ്തതാ فأنت مقتدر في خلقه ومطاع أنت الوكيل له يا محيي الدين. قطبية راتب. إذ كنت للقادر المختار عبدا أطاع. നീ റബ്ബിനെ അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചപ്പോൾ മുഹിയദ്ദീനെ എല്ലാ ഖുദ്റത്തും നിങ്ങൾക്ക് തന്ന്. അന്ത മുഖ്തദിർ. അല്ലാഹ് പറയുന്നു ഞാനടാ മുഖ്തദിർ. അല്ലാഹ് പറയുന്നത് ഞാനാണ് മുഖ്തദിർ എന്ന്. ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കൾ പറഞ്ഞു വിട്ടു, മുഹയ്യിദ്ദീൻ മുഖ്തദിർ എന്ന് സുന്നികളെ നിങ്ങൾ പറയണം, എന്നിട്ട് ഇസ്ലാമിൽ നിന്നിട്ട് നിങ്ങൾ കയറ്റോട്ടാവണം. ഞങ്ങൾ അലിയിനെ ദൈവമാക്കി കയറ്റോട്ടായതുപോലെ എന്ന് പറയും പോലെ. മനസ്സിലായോ? ഇതാണ് യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ എന്നർത്ഥം. അതെ, ചിലർ
ഫോണിലൂടെ എന്നെ കേൾപ്പിക്കുകയാണ്. 11:30 മണി ഇന്ത്യൻ ടൈമിൽ ജുമാ പള്ളിയിൽ പെണ്ണും പുരുഷനും സ്ത്രീ പുരുഷന്മാരും മിശ്രമായിട്ട് ഇങ്ങനെയുള്ള ഈ ഖുതുബത്തുർ റാത്തീബിൻ്റെ പദ്യങ്ങളും അതിൽ പറയേണ്ടതായ വചനങ്ങളൊക്കെ പറയുന്ന ഖൗം. അതിലുള്ളത് ഇങ്ങനെയുള്ള കരിഞ്ചന്തയാണ് എന്നത് അവരുടെ വിവരത്തിലുണ്ടോ ഇല്ലേ അല്ലാഹു അലം. അല്ലാഹു അവരെ ഹിദായത്തിലാകട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഷിയാക്കൾ അല്ലെങ്കിൽ റാഫിദികൾ എന്നാണ് പറയേണ്ടത്. റാഫിദികൾ സുന്നികളെ പഴപ്പിക്കാൻ വേണ്ടി അഴിച്ചുവിട്ട കരിഞ്ചന്തകൾ 4-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ വളരെ വളരെ വ്യാപകമാണ്, വലുതാണ്. അവർക്കിപ്പോൾ രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു. രാഷ്ട്രമല്ല, ശ്രദ്ധിക്കണം, മഹാ അപകടത്തിലേക്കാണ് ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പോക്ക്. അവർ നിൽക്കേണ്ടതുപോലെ നിന്നിട്ടില്ലെങ്കിൽ, പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ, പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, പ്രചരിപ്പിക്കേണ്ടതുപോലെ ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം പ്രചരിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്നത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ അവരുടെ സാന്നിധ്യത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട്, സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നു, അയ്യു ദംബി അക്ബറു ഇൻദല്ലാഹ്, ഏത് ദോഷമാണ് ദൂതരെ, ഏത് പാപമാണ് ദൂതരെ, ഏത് കുറ്റമാണ് റസൂലെ അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ കുറ്റം, ഏറ്റവും വലിയ ദോഷം, ഏറ്റവും വലിയ പാപം? മഹാനായ ദൂതർ മറുപടി പറയുന്നു, അൻതദഉ ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ റബ്ബിൻ്റെ കൂടെ റബ്ബിൻ്റെ സൃഷ്ടികളെ പങ്കു ചേർക്കുക. അവനാണെങ്കിൽ നിന്നെ സൃഷ്ടിച്ചവനത്രേ. ആര്? റബ്ബ്. സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കാതെ, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ, അവന് ആരാധനകൾ സമർപ്പിക്കുന്നതിന് പകരം സൃഷ്ടികളെ റബ്ബിനോട് തുല്യപ്പെടുത്തുക, ഇത് ഏറ്റവും വലിയ പാപമാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി 6861, മുസ്ലിം 86. കേട്ടോ, അൻ തദ്ഉ ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക ഖാല ثم അയ്യുൻ, പിന്നേതാണ് ദൂതരെ? ഖാല അൻ തഖ്തുല വലദക ഖശിയത അൻ യതഅമ മഅക, നിന്റെ കുട്ടിയെ നിന്റെ കൂടെ തിന്നാൻ കാശില്ലാതെ വന്നു പോകുമോ, ഭക്ഷണമില്ലാതെ വന്നു പോകുമോ എന്ന് പേടിച്ചത് കാരണത്താൽ നിന്റെ കുട്ടിയെ ഒന്നിരിക്കലോ പള്ളയിൽ വെച്ചിട്ട് കൊല്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊല്ല. ചിലർ പള്ളയിൽ നിന്ന് കൊല്ലല, വരുന്നതിന് മുമ്പ് തന്നെ അലസിപ്പിക്കല. ഗർഭം വേണ്ട. എന്താ, കുട്ടി വലുതായാൽ ആരാ മൂപ്പർക്ക് വിസ ഉണ്ടാക്കുക? ഞാൻ തന്നെ വിസ വളരെ മെനക്കെട്ടുണ്ടാക്കിയതാണ്. അവൾ കുട്ടിയെ വളർത്തുന്നതും തീറ്റുന്നതിനെ ഭയപ്പെട്ടിട്ട് കുട്ടിയെ വധിക്കുക. പിന്നെ ഏതാണ് ദൂതരെ? റസൂലിനോട് ചോദ്യം, അൻതുസാനിയ ഹലീലത ജാരിക, നിന്റെ അയൽവാസിനിയായ പെണ്ണിനെ വ്യഭിചരിക്കൽ. സാധാരണ വ്യഭിചാരം മഹാപാപമാണ്, മഹാ തെറ്റാണ്. പക്ഷേ ഇവിടെ റസൂൽ പറയുന്നത് ഒരു പ്രത്യേക ഇനമാണ്. അതായത് നിന്റെ അയൽവാസിനി എപ്പോഴും നിന്നിൽ നിന്നിട്ട് എന്തായിരിക്കണം? സംരക്ഷണം, സുരക്ഷിതത്വം നേടിയവളായിരിക്കണം. അവളെപ്പോഴും നിന്റെ മുമ്പിൽ, നീ എപ്പോഴും അവളുടെ മുമ്പിൽ. അവൾ പുറത്തിറങ്ങും, നീ കാണും, നീ പുറത്തിറങ്ങും, അവൾ കാണും. ആ സന്ദർഭത്തിൽ അപകടമില്ലാതിരിക്കുന്ന മേഖല നീ ഉണ്ടാക്കണം. നേരെ മറിച്ചാകുമ്പോൾ മഹാപാപമായി മാറുന്നു നിന്റെ അയൽവാസി പെണ്ണിനെ നീ വ്യഭിചരിക്കൽ. നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി പർദ്ദ വലിച്ചെറിയുമ്പോഴാണ് അതൊക്കെ വരിക. പർദ്ദ വലിച്ചെറിയുമ്പോഴാണ് അധികവും ഇത്തരം കാര്യങ്ങൾ വരിക. പർദ്ദ വെറും വസ്ത്രത്തിലൂടെ മാത്രമല്ല, അന്യ പുരുഷന്മാരുടെ ഇടയിൽ ഒരു മഹാവിലങ്ങ് തടി ഇസ്ലാം വെച്ചിട്ടുണ്ട്. ആ വിലങ്ങ് തടി ഉണ്ടാവണം എന്നതാണ് പർദ്ദയുടെ വിശാലമായ അർത്ഥം. രണ്ടാമത്തത്, ആദ്യം നാം പറഞ്ഞു ശിർക്ക് എന്തിലാണ്? റുബൂബിയ്യത്തിൽ. മറന്നോ? എൻ്റെ കൂടെ അല്ലേ? റുബൂബിയ്യത്തിലുള്ള ശിർക്ക്. രണ്ടാമത്തെ ശിർക്ക് ഏതാണ്? അശ്ശിർക്കു ഫിൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാന്റെ ഇസ്മുകളിലും അള്ളാന്റെ സിഫാത്തുകളിലും എന്ത് ചെയ്യുക? തുല്യത ഉണ്ടാക്കുക, തസ്വിയ, സമമാക്കുക അള്ളാഹു അല്ലാത്തവരെ അള്ളാന്റെ അസ്മാകളോട്. അള്ളാഹ്ക്ക് 99 പേരുണ്ട്, മൊയ്തീൻ ഷേഖിനും 99 പേരുണ്ട്. നമ്മുടെ കൗമ അത് ഷിയാക്കളുണ്ടാക്കി കൊടുത്തതാണ്. മൊയ്തീൻ ഷേഖിനും 99 പേരുണ്ട്. എന്നിട്ടോ അത് തഫ്രീഹുൽ ഖാതിർ ഫി മനാഖിബ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്ന പുസ്തകത്തിൽ ഷിയാക്കൾ എഴുതി വിട്ടത് കേരളത്തിൽ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ്. വഅദ് പറയാൻ വേണ്ടി രാക്കഥ പറയുന്ന വഅദുകളിൽ ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ്.
ആ പുസ്തകത്തിൻ്റെ കോപ്പി എൻ്റെ കൂടെയുണ്ട്. അത് ഷിയാക്കൾ എഴുതിയ പുസ്തകമാണ്. അതിൽ 99ഓളം പേരുകൾ മൊയ്‌ദി ഷെയ്ഖിന് അള്ളാഹ്ക്കുള്ളതുപോലെ. മനസ്സിലായില്ലേ? ഇപ്പോഴും ഈ തോന്നിവാസം ഒഴിവാക്കിയിട്ടില്ല. ഇന്നലെ വരെ ഈ ശാശയിൽ ഞാനിവിടെ എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ ചാട്ടം കണ്ടു. എവിടുന്ന് നമ്മുടെ നാട്ടിൽ നടന്ന ചാട്ടം കാണുമ്പോൾ ശരിക്ക് ഹോളിവുഡ് കേട്ടിട്ടില്ലേ? ഹോളിവുഡിൽ നടക്കാറുള്ള ചാട്ടം അത്ര നന്നാവില്ല. അത്ര നല്ല ചാട്ടാണ്. അമേരിക്കയിലുള്ള ഏറ്റവും വലിയ റോക്ക് ആൻഡ് റോൾ ഹാള് അതിനേക്കാളും വലിയ ചാട്ടാണ് ദീൻ്റെ പേരിൽ. ദീൻ പന്താടുന്നവർ അല്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹുവൻ ഖുർആൻ പറയുന്നു. മതത്തെ പന്താടിയവർ, മതത്തിനെ കളിയാക്കി മാറ്റിയവർ ചാടാണല്ലോ. എവിടെയുടെ ചാട്ടം? എല്ലാവരുടെ ചാട്ടത്തെ റസൂൽ നിർത്തിയതാണ്. റസൂലുടെ വന്നപ്പോൾ ചാടുന്നവരുണ്ടായിരുന്നു, ഓടുന്നവരുണ്ടായിരുന്നു, ആടുന്നവരുണ്ടായിരുന്നു, തല കറക്കമുള്ളവരുണ്ടായിരുന്നു, സ്ഥിരത തെറ്റിയവരുണ്ടായിരുന്നു. അതൊക്കെ പിടിച്ച് നിർത്തേണ്ടടുത്ത് അള്ളാഹുവിൻ്റെ ദൂതർ നിർത്തിയതാണ്. ആ മതമാണിത്. ചാടാൻ പഠിപ്പിച്ച മതമല്ല ഇത്. അള്ളാഹിൻ്റെ പേര് പറഞ്ഞ് ചാടാണ് പോലും. അതും അള്ളാഹിൻ്റെ പേര് പറഞ്ഞാൽ കേടില്ല. പറയുന്നത് എന്താണ്? അള്ളാഹിനെ ചീത്ത പറയുക, അള്ളാഹിനെ ആക്ഷേപിക്കുക, അള്ളാഹിനെ ശകാരിക്കുക, അള്ളാഹിനെ തരം താഴ്ത്തുക, അള്ളാഹുവിനെ പരിഹസിക്കുക. അള്ളാഹിൻ്റെ പേരാ? ആരോടാ പേര് പഠിപ്പിച്ചത്? അള്ളാഹ്ക്ക് ഖുർആനിലുണ്ടോ അങ്ങനെയുള്ളൊരു പേര്? അള്ളാഹുവിന് സുന്നത്തിലുണ്ടോ? അള്ളാഹുവിന് മെച്ചപ്പെട്ട നാമങ്ങളുണ്ട്. 99 മാത്രമല്ല. 99 ചില റിപ്പോർട്ടുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. 99 മാത്രം ഒരു ഹദീസിൽ വന്ന ഹദീസ് ലഈഫുമാണ്. അതേസമയത്ത് 99 പേര് അള്ളാഹുവിനുണ്ട്. അതാരെങ്കിലും ശരിക്കും ഹൈഫ്ള് ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിക്കേണ്ടതുപോലെ പഠിച്ച് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പഠിച്ചു ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നാണ് അതിനർത്ഥം. അങ്ങനെ ആ ഗ്രേഡിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവൻ അതിലൂടെ സ്വർഗവാസിയായി മാറി എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിൻ്റെ അർത്ഥം ആ 99 മാത്രമല്ല എന്നല്ല എന്ന് റസൂൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ ഗൈബായ ഇൽമിൽ നീ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്തതായ പേരുകളെ കൊണ്ടും ഞാൻ ചോദിക്കുന്നു റബ്ബേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാത്ത അറിയാത്ത വേറെ പേരുകളും എന്തുണ്ട്? അള്ളാഹുവിന് ഉണ്ട് എന്നർത്ഥം. 99 മാത്രം പരിമിതമല്ല. എന്നാൽ ഇതൊക്കെ നിങ്ങൾ വളരെ 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 കൂടുതൽ പറയാണ്. അങ്ങനെയൊന്നും ഞാൻ കേരളത്തിലുള്ള കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിലുണ്ട്. നിങ്ങൾ മറന്നു കാണുകയില്ല. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ പാടുന്ന പാട്ടുകളിൽ റസൂലുള്ളാഹിനെ കുറിച്ച് മയിൽക്കോലം മീമഴുതി മീമിൻ്റെ മഹിമയിൽ അലിഫെന്ന ഹറഫിട്ട് അഹദഴുതി അഹദിൻ്റെ അടിമകളിൽ പടച്ചവൻ പടച്ചതിൽ 1000 പേര് വെച്ച നബിയേത് മഹമൂദ്. പണ്ട് റിക്കാർഡ് ചെയ്തിട്ട് ഇങ്ങനെ ടൈപ്പ് റിക്കാർഡിൽ പാടുന്ന പാട്ടായിരുന്നു. എന്ത്? പടച്ചവൻ പടച്ചതിൽ 1000 പേര് വെച്ച നബിയേത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഫാത്തുകൾ ധാരാളം പറയാം. പക്ഷെ അള്ളാഹ്ക്ക് 99, റസൂലുള്ളാഹിക്ക് 1000 പേര് എന്ന് പറയുമ്പോൾ എന്തായി? അള്ളാഹ് ഒന്നിനും കൊള്ളരുതാത്ത ആളായില്ലേ? മനസ്സിലാക്കണം. നാം ഈ ഒന്നിരിക്കലോ കുരിക്കള നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറഞ്ഞ മാതിരി ആവരുത്. ഇത് പഠിക്കുമ്പോൾ മദ്യനല അംഗീകരിക്കണം. അള്ളാഹുവിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഒരു സിട്ടിയും എത്തൂല എന്ന് അള്ളാഹ് തീർത്ത് പറഞ്ഞതാണ്. ലൈസ കമിസ്ലിഹി ശൈ. അള്ളയെ പോലോത്തവൻ എവിടെയുമില്ല, എപ്പോഴുമില്ല, ആരുമില്ല, എന്നുമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പാടുള്ളതേ അല്ല. അതാണ് അള്ളാഹ്. അവൻ കാണുന്നവനാണ്, അവൻ കേൾക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹ് കാണുന്നു എന്ന് പറഞ്ഞാൽ നാം കാണും പോലെയല്ല. പിന്നെ എന്തുകൊണ്ട്? നമ്മുടെ കാഴ്ചയ്ക്കൊരു പരിമിതിയുണ്ട്. നമ്മുടെ അനുശിത നേതാവായ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഹുദൈബിയ സന്ധി ഉംറ കയറാൻ കെട്ടിപ്പോയപ്പോൾ ആ മക്ക മദീന പഴയ റോഡ്, മക്ക ജിദ്ദ പഴയ റോട്ടിൽ കൂടി പോകുമ്പോൾ ഹുദൈബിയ സന്ധി നടന്നതായ ആ ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ റസൂൽ അയച്ചു മക്കയിലേക്ക്. എന്തിനാണ്? മക്കക്കാരോട് ഉംറ ചെയ്യാൻ ഇക്കൊല്ലം അനുവാദം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. സഹീഹായ ഹദീസിൽ, ബുഖാരിയിൽ, മുസ്ലിമിൽ, സഹീഹായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ട മുസ്ലിം ലോകം മനപ്പാടമാക്കി വരുന്ന യാഥാർത്ഥ്യമാണ്. കിംവദന്തി മക്കയിൽ നിന്നിട്ട് വന്നു. ഉസ്മാനിനെ മക്കക്കാർ പിടിച്ചു കൊന്നു കളഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യഥാർത്ഥം അറിയുന്നുണ്ട്. അവിടെ കൊന്നിട്ടില്ല. റസൂലുള്ളാഹിയൊക്കെ റസൂൽ കാണുന്നില്ല. ദൂരെയുള്ള റസൂൽ കാണില്ല, അടുത്തതാണെങ്കിൽ കാണും.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ അവർ കൊല്ലാനോ? ഒരു വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുകയാണ് റസൂൽ. ഖുർആൻ പറയുന്നുണ്ട്, ഒരു വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുകയാണ് റസൂൽ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അശ്ശജറ. ഒരു വൃക്ഷത്തിൻ്റെ താഴെ, അവിടെ ഇപ്പോൾ ആ വൃക്ഷമില്ല, പണ്ട് തന്നെ ഇല്ല. അത് ഉമറുൽ ഖത്താബ് വെട്ടി നിരത്തി സമതറപ്പാക്കിയിരിക്കുകയാണ്. ആ വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുന്ന വേളയിൽ റസൂൽ പറയുന്ന, ആരാണ് എന്നോട് ബൈഅത്ത് ചെയ്യുന്നത്? എന്താ ബൈഅത്ത്? മക്കയിൽ ഞാൻ അയച്ച എൻ്റെ പ്രതിനിധിയായ ഉസ്മാനിനെ കൊന്നവരായ മക്കക്കാരോട് പകരം ചോദിക്കാതെ നാം മദീനയിലേക്ക് പോകൂല. ആരാണ് എന്നോട് ബൈഅത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൈ നീട്ടിയതാണ്. ഉസ്മാൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് വിവരം കിട്ടിയാൽ ഈ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ട് വിവരം കിട്ടിയിട്ടില്ല? അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹ് അറിയിച്ചു കൊടുത്തത് റസൂലുള്ളാഹിക്ക് അറിയും. അതാണ് നബിമാരൊഴിച്ച് നബിമാർക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാത്തത് അള്ളാഹ് അറിയിച്ചു കൊടുക്കും. നബിക്ക് വഹിയുണ്ട്, ജിബ്രീൽ വന്നുകൊണ്ടേയിരിക്കും, അത് നമുക്കില്ല. അതാണ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ പോലെയോ ഒരിക്കലുമല്ല. അതാണ് നാം തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാ വസിഫാത്ത് എന്നീ 3 തൗഹീദുകൾ ഷിർക്ക് എന്ന പദം വിശദീകരിച്ചുകൊണ്ട് 96 തവണ ഖുർആൻ ചർച്ച ചെയ്തതായ ഷിർക്ക് എന്ന പദം വിശദീകരിച്ചുകൊണ്ട് 311 തവണ ചർച്ച ചെയ്തതായ കുഫ്ർ എന്ന പദം വിശദീകരിച്ചുകൊണ്ട് 437 തവണ ഖുർആൻ ചർച്ച ചെയ്തതായ അൽ ഈമാൻ എന്ന പദം വിശദീകരിച്ചുകൊണ്ട് 50ഓളം തവണ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായ അൽ ഇസ്ലാമി എന്ന പദം വിശദീകരിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ നാം സംസാരിക്കുമ്പോൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഭാഗം അതാണ്. തൗഹീദ് അല്ലെങ്കിൽ ഷിർക്ക് ഇവകളെല്ലാം ഇനങ്ങളാക്കി മാറ്റുമ്പോൾ ഒന്നൊരിക്കൽ എന്താണ് അസ്മാ വസിഫാത്തിൽ എന്ത് വരും? ഷിർക്ക് വരും. എങ്ങനെയാണ് അസ്മാ വസിഫാത്തിൽ ഷിർക്ക് വരിക? അള്ളാഹ് കാണും പോലെ മൊയ്തീൻ ഷേഖ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹ് കാണും പോലെ മൊയ്തീൻ ഷേഖ് കാണുന്നുണ്ട്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഷിയാക്കളെന്ന് നാം പറയുന്നതായ റാഫിദികൾ ഉണ്ടാക്കിയ തത്വങ്ങളിൽ നിന്നിട്ട് ആരോ പണ്ട് കോഴിക്കത്തുര തന്നിൽ പിറന്നവരെന്ന പേരിൽ ഒരു മനുഷ്യൻ പേറിപ്പാടി നടന്നതായ കരിഞ്ചന്തയാണത്. ആരെക്കുറിച്ച്? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച്. അവരത് പറഞ്ഞിട്ടില്ല. അവരുടെ തോന്നിയാസം പറയുന്ന ആളല്ല. നമ്മുടെ നേതാക്കൾ ആരും തന്നെ തോന്നിയാസം പറയുന്നവരല്ല. പക്ഷേ പ്രശ്നം എവിടെയാണ്? ഷിയാക്കൾക്ക് മനസ്സിലായി എന്ത്? ഇവരാദരിക്കുന്ന ആളാണ് അലി, ഇവരാദരിക്കുന്ന ആളാണ് ഇബ്നു അബ്ബാസ്, ഇവരാദരിക്കുന്ന ആളാണ് മൊയ്തീൻ ഷേഖ്, ഇവരാദരിക്കുന്ന ആളുടെ പേരിൽ തന്നെ കരിഞ്ചന്ത ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഇവരെ വഴിവെപ്പിക്കാൻ സാധിക്കും എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അടുത്ത കാലഘട്ടത്തിൽ മരിച്ചുപോയ എൻ്റെ ഉസ്താദായ CM അബ്ദുള്ള മുസ്ലിയാർ, സഅദിയ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്നതായ വ്യക്തി, എൻ്റെ ഉസ്താദാണ് അദ്ദേഹം. ജമുൽ ജവാമി എന്ന ഗ്രന്ഥം അദ്ദേഹമാണ് എനിക്ക് കളനാട് എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഓതിത്തന്നതായ മനുഷ്യൻ. അദ്ദേഹം മരിച്ചു. അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളോട് ഞാൻ ഈ ചർച്ച ചെയ്യുന്നതായ മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ കരിഞ്ചന്തിയായി എഴുതപ്പെട്ടതായ ഗ്രന്ഥമാകുന്ന തഫ്രീഹുൽ ഖാത്തിറി എന്ന പുസ്തകം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് ഇത് ഷിയാക്കളുടെ പുസ്തകമാണെന്ന് അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് കേട്ട ആൾക്കാർ ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞപ്പോൾ കേട്ടവരിപ്പോഴും സൗദി അറേബ്യയിലുണ്ട്. വേണമെങ്കിൽ ഞാൻ ഹാജരാക്കി തരാം. അദ്ദേഹം പറഞ്ഞു, അല്ല അഷ്റഫേ, എന്നോട്, അല്ല അഷ്റഫേ, നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം കാണുമ്പോൾ ഇത് ആരെഴുതി, എപ്പോഴെഴുതി, ഖുർആനും സുന്നത്തുമായി ബന്ധമുണ്ടോ ഇല്ലേ, ഇത് സുന്നികളുടെ തത്വമാണോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ മുബ്തദിഅകളുടെ തത്വമാണോ ഇതിലുള്ളത് എന്ന് നമ്മുടെ നേതാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ വേണ്ടതുപോലെ പഠിക്കുന്നില്ല അഷ്റഫേ. അതുകൊണ്ടാണ് ഈ അപകടത്തിൽ നമ്മുടെ ഖൗമ് പെട്ടുപോയത് എന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കൊല്ലപ്പെട്ടതാണോ അല്ല സ്വയം ആത്മഹത്യ ചെയ്തതാണോ എന്ന വിഷയത്തിൽ കേസ് തീർന്നിട്ടില്ല. ആളെ മനസ്സിലായില്ലേ? ഇപ്പോഴും കേസ് നടക്കുകയാണ് കേരളത്തിൽ അദ്ദേഹം മരിച്ച കാര്യത്തിൽ. ഞാനീ പറഞ്ഞ എൻ്റെ ഉസ്താദിൻ്റെ കാര്യം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണിത്. പറഞ്ഞു വരുന്നത് അതുപോലെ മാനു മുസ്ലിയാർ, ഇതിൻ്റെ ബാക്കിൽ മാനു മുസ്ലിയാർ അറിയാത്തവരൊന്നും കൂടിയില്ലല്ലോ അല്ലേ? സമസ്തയുടെ മുഷാവറ ഇത് ഒരു പ്രധാനപ്പെട്ട ഉദുവാണ്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ 82-ൽ അദ്ദേഹം ഞാൻ റസൂലുള്ളാഹിൻ്റെ ഹറമിൽ നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ പൊക്കി പറയുന്നില്ല. ആ സന്ദർഭത്തിൽ ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ ക്ലാസ് മെമ്പർമാരിലിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ചില ആൾക്കാർ പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയും, നിങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടുവന്നോളീൻ, ചർച്ച ചെയ്തിട്ട് സംശയം തീർത്തോളീൻ. ഇത് കേട്ടൊരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ നാട്ടുകാരനായ സമസ്തയുടെ നേതാക്കളിൽ ഒരു നേതാവായ മാനു മുസ്ലിയാർ വന്നിട്ടുണ്ട്, മൗലവി ഒന്ന് അദ്ദേഹത്തിനെ കാണാൻ വരണം. ഞാൻ
പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങോട്ട് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നാലും തെറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം പിന്നെ അദ്ദേഹം വരണ്ടാന്ന് വെച്ച് നിങ്ങൾ വന്നാലോ എന്ന് എനിക്ക് അതും തെറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഇതിൻ്റെ ബേക്കറിയുള്ള ഇപ്പോൾ ഖാദിസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഡ്ജ്, ഇതിൻ്റെ ബേക്കറിയുള്ള ലോഡ്ജ്, അന്ന് ആ പേരല്ല വേറെ പേരാണ്. ഞാൻ ചെന്നപ്പോൾ ഞാൻ ഈ പുസ്തകം കൊണ്ടുപോയി. ഏത് പുസ്തകം? ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞു വരുന്ന അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കുമ്പോൾ തൗഹീദുർ റുബൂബിയ്യ എന്ന ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് മാത്രം ഉള്ളതായ ആ സിഫാത്തുകളിൽ, ആ അസ്മാകളിൽ മറ്റു ശക്തികളെ തുല്യപ്പെടുത്താൻ പാടില്ല എന്നതായ ആ നമ്മുടെ തത്വത്തിന് ഘടകവിരുദ്ധമായി തൗഹീദ് നെഞ്ചത്തേക്ക് കടാരി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ഷിയാക്കളുടെ തത്വം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം തഫ്രീഹുൽ ഖാത്തിർ എന്ന പുസ്തകം, അത് ഒറിജിനൽ പുസ്തകം, അത് യഥാർത്ഥത്തിൽ എഴുതിയത് ഫാർസി ഭാഷയിലാണ്. എന്തുകൊണ്ട്? അതിൻ്റെ ഉടമ ഷിയയാണ് അഥവാ റാഫിദിയാണ്. അവൻ എഴുതിയതിനെ പരിഭാഷപ്പെടുത്തിയത് അഹമ്മദാബാദുകാരനായ ഒരു ഷിയാണ് അറബിയിലേക്ക് വിവർത്തനം ചെയ്തത്, അറബി ഭാഷയിലേക്ക്. ആ പുസ്തകം ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. എവിടേക്ക് ഞാൻ ക്ലാസ്സിലൊക്കെ പറയുന്ന പുസ്തകമല്ലേ. അപ്പോൾ ഈ എൻ്റെ ക്ലാസ് മെമ്പർമാർക്ക് ഈ സംശയം തീർക്കണ്ടേ, ഏത് ഈ പുസ്തകം ആരുടേതാണ് എന്ന സംശയം. ഇതുമായിട്ട് ഞാൻ പോവാണ്. ഞാൻ മനസ്സിലാക്കിയത് മാനു മുസ്ലിയാർ ഓടിപ്പോൾ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ സമസ്തയുടെ നേതാവൊക്കെ അല്ലേ, നമ്മുടെ കേരളത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ. അയാളോടിപ്പോൾ ഞാൻ ഇത് ഷിയാക്കളുടെ പുസ്തകമാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ തുടക്കത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ ഖബർ ഇപ്പോഴും മണലിലാണ്, അത് കെട്ടപ്പൊക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ പരിസരത്തിൽ 5 കോണുള്ള വൻമതിലാണ്. അത് ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിൽ 80 മുതൽ 91 വരെയുള്ള വർഷങ്ങളിൽ, അത് ആ കാലഘട്ടങ്ങളിലായിട്ട് വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിലാണ് ഈ 5 കോണുള്ള വൻമതിൽ വന്നത് എന്നാണ് ഇമാം നവവി പറയുന്നത്. അവിടെ ഇപ്പോഴും തവാഫ് പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അയാളൊന്ന് ആവേശത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു, മൗലവി ഞാൻ 62-ൽ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ മസ്ജിദിൻ്റെ നബവിയെ തന്നെ തവാഫ് ചെയ്യുന്ന ആളെ ഞാൻ കണ്ടു എന്ന് അയാൾ പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കി ഇയാളിപ്പോൾ കുറച്ചടുത്തല്ല നമ്മളിലേക്ക്. ആ പുസ്തകം ഞാൻ പതുക്കെ പുറത്തെടുത്തു. പുസ്തകം പുറത്തെടുക്കുമ്പോൾ തന്നെ തലക്കെട്ട് കണ്ടു. എന്ത്? തഫ്രീഹുൽ ഖാത്തിർ ഫി മനാഖിബ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ. വല്ലാഹി തുമ്മ വല്ലാഹി, കേട്ടോളി, അദ്ദേഹം ഖാദിസിയ കെട്ടിടത്തിൽ വെച്ച് പറയാണ്, അഷ്റഫ് മൗലവി നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഷിയാക്കളുടെ പുസ്തകം? മറുപടി കിട്ടിയില്ലേ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഷിയാക്കളുടെ പുസ്തകം? ഞാനെന്താ പറയുന്നത്? മൊയ്തീമാല ഉണ്ടാക്കാൻ വേണ്ടിയും അതുപോലെയുള്ള കരിഞ്ചന്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിക്കപ്പെട്ടതായ ഖുതുബത്ത് റാത്തീബ് പോലത്തെ റാത്തീബുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടതായ പുസ്തകം ഷിയാക്കൾ എഴുതിയ പുസ്തകങ്ങളാണ്. അതിൽ പെട്ടതാണ് തഫ്രീഹുൽ ഖാത്തിർ. അപകടം എവിടുന്ന് വരുന്നു? മുഗളന്മാർ കേരളം ഇന്ത്യ ഭരിച്ചപ്പോൾ 800 കൊല്ലം അവർ കൊണ്ടുവന്ന കരിഞ്ചന്തയാണ് അവരുടെ നാട്ടിൽ നിന്നിട്ട്. അവരുടെ നാട് മംഗോളിയ എന്ന് പറയുന്ന ചൈനയുടെ അതിർത്തിയിലുള്ളതായ നാടാണെങ്കിലും അവർ വന്ന നാട് ചിങ്കിസ് ഖാൻ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ നാട്. അതേതാണ്? താർത്താരികളെ വിപ്ലവം നടന്ന നാട്. ഏതാണ്? മംഗോളന്മാർ വന്ന നാട്? ഇറാൻ, ഇറാഖ്. എന്താണ്? ഇറാൻ, ഇറാഖ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴുള്ള കുബ്ബകളുടെ ബാക്കിൽ പ്രവർത്തിച്ചത് ഇറാൻ, ഇറാഖാണ്. വലിയ വലിയ കുബ്ബകളല്ലേ ദീൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ദീൻ കുന്നുകയറി എല്ലായിടത്തും അല്ലട്ടാ, നന്നായിട്ട് ദീനുള്ള നാടാണ് ഇന്ത്യ. എനിക്കതിൽ സംശയമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഞാനങ്ങനെ ഇന്ത്യയെ കുറ്റം പറയുന്ന ആളല്ല. മറിച്ച് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ സ്വഭാവം സംസാരത്തിൽ കുറവ് പറയലാണ്. എന്തിനാണ്? കുറവ് നികറ്റാൻ വേണ്ടി തന്നെ. അല്ലേ? അങ്ങനെയല്ലേ? ഒരാൾ സ്വയം പൊങ്ങിയാൽ അള്ളാഹ് അവനെ താഴ്ത്തിക്കളയും. അതേസമയത്ത് വീഴ്ച ബോധത്തോടു കൂടി കുറവ് മനസ്സിലാക്കിയിട്ട് സമ്മതിച്ചാൽ അള്ളാഹ് അവനെ പൊക്കും. അപ്പോൾ അതാണ് വേണ്ടത്. കുറവ് നികറ്റാൻ വേണ്ടി കുറവ് മനസ്സിലാക്കുക, വീഴ്ച മനസ്സിലാക്കുക, എന്നിട്ട് രംഗത്തിറങ്ങുക എന്നതാണ്. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുത്തബിയായി ജീവിക്കണം. നമ്മുടെ നേതാക്കളായ മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം. അവർ ലോകത്തിൽ വ്യാപകമാക്കിയ വിശദീകരിച്ചു കൊടുത്തതായ വിജ്ഞാനങ്ങൾ നിന്നിട്ട് നാം എന്ത് ചെയ്യണം? അത് പകർന്നെടുത്ത് ലോകത്തിൽ പ്രചരിപ്പിക്കണം. ഖുർആൻ നമുക്ക് പഠിക്കാൻ നമ്മുടെ നേതാക്കളുടെ ആവശ്യമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ റസൂല് പോയ റൂട്ട് വേണ്ടാന്ന് വെക്കുകയും റസൂലിന്റെ ബേക്കിൽ അണിനിർന്ന സഹാബാക്കൾ ജീവിച്ച രൂപം വേണ്ടാന്ന് വെക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, നിങ്ങൾ പോയ റൂട്ടിൽ ഞാൻ നിങ്ങളെ തെളിച്ചു കളയും എന്ന്. അപ്പോൾ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ബേക്കിൽ അണിനിർന്ന സഹാബാക്കൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ, മദ്ഹബിന്റെ ഇമാമുകൾ അവരെല്ലാം പഠിപ്പിച്ച ശൈലിയിൽ
എന്തെല്ലാം ഉണ്ട് അതെല്ലാം നാം അംഗീകരിക്കുന്നു, എന്തെല്ലാം ഇല്ല അതെല്ലാം നാം തള്ളുന്നു. അതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്ത്. അതാണ് നാം ചെയ്യേണ്ടത്, അതാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എവിടെയാണ് നാം? അതെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ അസ്മാകൾ, സിഫാത്തുകൾ, ഇവകളിൽ കരിഞ്ചന്ത ചേർക്കാൻ പാടില്ല. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് മെച്ചപ്പെട്ട നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, നീ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ അസ്മാഉൽ ഹുസ്നയെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കണം, യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം. റബ്ബിന്റെ പേരൊക്കെ അറിയല്ലോ, അത് മുമ്പിൽ വെച്ചിട്ട് വിളിച്ച് ചോദിക്കുക. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇ, അള്ളാഹുവിന്റെ നാമത്തിൽ കൃത്രിമമുണ്ടാക്കുന്ന, അള്ളാന്റെ നാമത്തിൽ കൃത്രിമമുണ്ടാക്കുന്ന, അള്ളാഹ് പറഞ്ഞ അള്ളാഹു എന്ന് പറയുന്നതിന് പകരം ഹോ ഹി ഹ ഹം ഹിം, ഇതൊക്കെ റാത്തീബിന്റെ ഡാൻസ് ആടുമ്പോൾ പറയുന്ന ശൈലിയാണ്. ദറുല്ലദീന, അവരെ നീ വിട്ടേക്കൂ മുഹമ്മദേ, നിങ്ങൾ അവരെ വിട്ടേക്കൂ, അവർക്ക് വേണ്ടത് ഞാൻ പകരം വീട്ടും, പരലോകത്തിൽ എൻ്റെ അടുക്കൽ വരട്ടെ. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത ക്രൂരകൃത്യം ഞാൻ നന്നായി എൻ്റെ അസ്മാഉൽ ഹുസ്ന പഠിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, എത്ര രസകരമായിട്ടാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്, റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് കരിഞ്ചന്തയുടെ പിന്നിൽ അവർ അണിനിരക്കുക, ഇല്ലാത്തത് എൻ്റെ പേരിൽ കൂട്ടിച്ചേർക്കുക. ആരാണ് അതിന് അധികാരം നൽകിയത്? എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കും എന്ന ശൈലിയാണ് ഖുർആൻ ഉപയോഗിച്ചത്. അള്ളാഹു അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നിട്ട് നമ്മെ രക്ഷപ്പെടുത്തട്ടെ, മുസ്ലിം ലോകത്തിനെയും രക്ഷപ്പെടുത്തട്ടെ. ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പ്രയാസമുണ്ട്. എന്തുകൊണ്ട്? അത് 1000-1 വ്യക്തിക്ക് കിട്ടുന്ന പ്രാധാന്യമാണ്. 999 പേര് നരകത്തിലും ഒരാൾ സ്വർഗത്തിലുമെന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മനുഷ്യന്മാരിൽ 999 പേര് നരകത്തിലും ഒരാൾ സ്വർഗത്തിലും. ആ ഒരാളാവണമെങ്കിൽ പ്രയാസമുണ്ട്. പക്ഷേ പ്രയാസം ഉണ്ടായാലും ആ പ്രയാസത്തിന് പകരം വിശാലമായ സ്വർഗ്ഗലോകമുണ്ട്. റസൂലുള്ളാഹിന്റെ ബേക്കിൽ അവരുടെ ശഫാഅത്തിൽ അണിനിറന്ന് കൗസർ കുടിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശകാരം കേൾക്കേണ്ടി വരും, അടികൊള്ളും, ഇടികൊള്ളും, കല്ലേറുകൊള്ളും, നാട് കടത്തപ്പെടും. അതെ, മംഗലാപുരം ഭാഗത്തിൽ നിന്നിട്ടൊരു സുഹൃത്ത് ഇവിടെ ക്ലാസ് മെമ്പറായിരുന്നു കുറേ വർഷങ്ങൾ. നാട്ടിലേക്ക് എത്തിയപ്പോൾ ഉമ്മയും വാപ്പയും നാട്ടിൽ നിന്ന് പുറത്താക്കി. തൊട്ട നാട്ടിൽ പോയിട്ട് കല്യാണം കഴിച്ച് അവിടെയാണ് പിന്നെ ജീവിച്ചത്. പിന്നെ അവിടുന്ന് സൗദർബിലേക്ക് വീണ്ടും മടങ്ങി വന്നു. നമ്മുടെ ക്ലാസ് മെമ്പറുടെ സ്ഥിതിയാണ്. മനസ്സിലായില്ലേ? ആരാ പുറത്താക്കിയത്? ഞാൻ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ എൻ്റെ ക്ലാസ് മെമ്പർമാരോട് പറഞ്ഞു, ഇത് നമുക്ക് അത്ഭുതമില്ല ഇതിൽ. കാരണം നാം പഠിച്ച അൻസാറുകൾ മുഹാജിറുടെ ഹിസ്റ്ററിയിൽ മുസ്അബ് ഇബ്നു ഉമൈർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ആരാണ് അറസ്റ്റ് ചെയ്തത്? ഉമ്മയും വാപ്പിയും. മക്കയിൽ ഉമ്മയും വാപ്പിയാണ് അറസ്റ്റ് ചെയ്തത്. അവരാണ് ദീൻ ഒഴിവാക്കാൻ വേണ്ടി സമ്മർദ്ദം പുലർത്തിയത്. ആരെ? മഹാനായ നമ്മുടെ നേതാവായ ഉഹദ് പോർക്കളത്തിൽ പതാക പൊക്കിപ്പിടിച്ചിരുന്നതായ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ. പിന്നെ മൂന്നാമത്തതാണ് ഇനങ്ങളിൽ നിന്നിട്ട് നാം പറഞ്ഞു വരുന്ന ഇനങ്ങളിൽ നിന്നിട്ട് മൂന്നാമത്തെ ഭാഗമാണ് എന്ത്? അശ്ശിർക്കു ഫിൽ ഉലൂഹിയ്യ, ഉലൂഹിയയിൽ ശിർക്കുണ്ടാവുക എന്നുള്ളത്. എന്താണ് ഉലൂഹിയയിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ? തസ്ബിയത്തു ഗൈരില്ലാഹി ബില്ലാഹി ഫീ ഷൈഇൻ മിൻ ഖസായിസിൽ ഉലൂഹിയ്യ, ഇലാഹാവുക എന്നതിന് അനിവാര്യമായ പ്രത്യേകതകളിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേകത അള്ളാഹ്ക്ക് മാത്രമുള്ളത് അത് ശിട്ടികളെ അതിൽ അള്ളാഹിനോട് തുല്യപ്പെടുത്തുക. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. അള്ളാഹുവിനോട് ചില ആൾക്കാർ ശിർക്ക് വെക്കുന്നു. എന്തിൽ കേൾക്കണം? അള്ളാഹുവിനോട്, അള്ളാഹു സുബ്ഹാനഹു തആലയോട് തുല്യതയുള്ളതാളെ ആക്കി മാറ്റുന്നു, അന്താദാക്കി മാറ്റുന്നു. എന്തിലാണ്? സ്നേഹത്തിൽ. എങ്ങനെയാണത്? യുഹിബ്ബൂനഹും, അവരെ, ആ വിഭാഗത്തെ അവർ സ്നേഹിക്കുന്നു. കഹുബ്ബില്ല, അള്ളാഹിനെ സ്നേഹിക്കും പോലെ. നാം റസൂലിനെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ട്, നിർബന്ധമല്ലേ? ആണ്. റസൂലിനെ നാം സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നാം മുഅ്മിനല്ല, നാം സുന്നിയല്ല, നാം മുസ്ലിമല്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നത് റസൂലുള്ളാഹിന്റെ ദാത്തിന് വേണ്ടിയാണോ? റസൂല് മുഹമ്മദ് ആയതുകൊണ്ടാണോ? റസൂല് ആമിനാന്റെ മോനായതുകൊണ്ടാണോ? റസൂല് അബ്ദുല്ലാന്റെ മോനായതുകൊണ്ടാണോ? റസൂല് ഖുറൈശ് വംശത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ? റസൂല് ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ? റസൂല് മക്കയിൽ ജനിച്ച ആളായതുകൊണ്ടാണോ? ആണോ?
ഇതൊന്നുമല്ല. പിന്നെന്താ കാരണം? റസൂല് പറയൂ, അള്ളാഹു നിയോഗിച്ച ദൂതരായത് കൊണ്ടാണ്. ആരായതുകൊണ്ട്? അള്ളാഹു നിയോഗിച്ച ദൂതരായത് കൊണ്ടാണ് നാം റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നല്ലാതെ അതേ ഹാശിം കുടുംബത്തിൽപ്പെട്ടതായ അബ്ദുൽ മുത്തലിബിനെ നാം സ്നേഹിക്കുന്നില്ല, അബൂ താലിബിനെ നാം സ്നേഹിക്കുന്നില്ല, അബൂലഹബിനെ നാം സ്നേഹിക്കുന്നില്ല, മുഹമ്മദിനെയാണ് നാം സ്നേഹിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. അപ്പോൾ ആ പ്രത്യേകത അള്ളാഹു റസൂലുള്ളാഹിക്ക് നൽകിയപ്പോൾ എന്ത് വന്നു? അള്ളാഹുവിൻ്റെ ദൂതർ. അപ്പോൾ എന്തല്ല അള്ളാഹു അല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയും റസൂലിലില്ല. റസൂല് ഷിട്ടിയാണ്, അള്ളാഹു ഷിട്ടാവാണ്. ഇത് പച്ചയിൽ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടും. എന്താണ്? അള്ളാഹിനോട് ചോദിക്കുമ്പോൾ റസൂലോട് ചോദിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന സീഡികളിൽ നിങ്ങൾ കാണാറുണ്ടല്ലോ. ഏത്? അള്ളാഹുവേ എൻ്റെ പ്രശ്നം പരിഹരിക്കണേ, അള്ളാഹുവേ തങ്ങളെ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു തരണം തങ്ങളെ. ആർക്കാണ്? അള്ളാഹിനോട് ചോദിക്കുമ്പോലെ തങ്ങളോടും ചോദിക്കാം, കൂട്ടമായി ചോദിക്കാം. ഒന്നും രണ്ടൊന്നുമല്ല, ഒരു ചേഞ്ചില്ല. എന്നിട്ട് ഇത് പ്രാർത്ഥനയല്ല അത് പ്രാർത്ഥനയാണ്. എങ്ങനെ വരിക? ഇവിടുന്നൊക്കെ പറഞ്ഞ് തെളിയിച്ചിലാക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ് നടന്നിരുന്നു എൻ്റെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ. കാസർഗോഡ് ജില്ലയിലും മൈസൂർ സ്റ്റേറ്റിൽ പല ഭാഗങ്ങളിലും ജോഗ്പാലീസ് വരെയുള്ള നാടുകളിലും ഞാൻ എൻ്റെ 17-18 വയസ്സ് വരേക്കും ഈ തരത്തിലുള്ള ഇങ്ങനെയുള്ള ഉൾക്കൊള്ളാൻ പറ്റാത്ത തോന്നിവാസങ്ങൾ, ശിർക്കുകൾ പ്രചരിപ്പിച്ച് നടന്ന ആളാണ് ഞാൻ അറിവില്ലാത്ത കാലഘട്ടത്തിൽ. അല്ലാഹു എനക്കും നിങ്ങൾക്കും പുറത്തരട്ടെ, മാഫി തരട്ടെ. മനസ്സിലായില്ലേ? അള്ളാഹ് പറയുന്നു, ഒരിക്കലും അള്ളാഹുവിൻ്റെ ശിട്ടികളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ അടിമകളെ നിങ്ങൾ സ്നേഹിക്കാൻ പാടില്ല. പിന്നെയോ അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അങ്ങേ അറ്റം അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്. എന്താണ് ആ സ്നേഹത്തിനുള്ള മാനദണ്ഡം? അള്ളാഹിലേക്ക് സുജൂദ്, അള്ളാഹിലേക്ക് റുക്കൂ, അള്ളാഹിലേക്ക് ആരാധന, അള്ളാഹിനോട് പ്രാർത്ഥന, അള്ളാഹിലേക്ക് പരമേൽപ്പിക്കൽ, എല്ലാം ആരാധനയുടെ സർവ്വയിനങ്ങൾ അള്ളാഹ്ക്ക് മാത്രമാക്കി മാറ്റുക. അതാണ് അള്ളാഹിനോടുള്ള സ്നേഹത്തിൻ്റെ ആ മാനദണ്ഡം. ഇത് റസൂലിനില്ല, റസൂൽ കൊടുക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു ശഫാഅത്തിനെ കുറിച്ച്, ഖുല്ലില്ലാഹി ശഫാഅതു ജമീഅ. ഖുർആനാണ്. ഖുല്ലില്ലാഹി ശഫാഅതു ജമീഅ. ഷഫാഅത്തിന്റെ സർവ്വ അധികാരം, ഫുൾ അധികാരം, മെയിൻ അധികാരം, എല്ലാ അധികാരം, പരമാധികാരം അല്ലാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ്. റസൂലുള്ളാഹിയെ അല്ലാഹ് ആദരിച്ചുകൊണ്ട് ഷഫാഅത്തിനുള്ള അധികാരം റസൂലിന് അള്ളാഹു നൽകുന്ന കാലഘട്ടത്തിൽ നൽകുമ്പോൾ പറയുന്നു, നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെയോ റസൂൽ തന്നെ പറയുന്നു, ബുഖാരിയിലാണ് ഹദീസ്, അള്ളാഹ് എന്നോട് നിർണയിച്ചു പറഞ്ഞു, മുഹമ്മദേ നിൻ്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് ഇത്ര ആളെ നിങ്ങൾ രക്ഷപ്പെടുത്തിക്കോളീൻ, അതല്ലാതെ കൂടുതൽ കൂട്ടാൻ എനിക്ക് സാധിക്കില്ല. അള്ളാഹ് നിർണയിച്ച അത്ര ആളെയാണ് എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുക. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇനത്തിൽ നമ്മെ പെടുത്തട്ടെ. റസൂൽ ശഫാഅത്ത് ചെയ്യുന്ന ഇനത്തിൽ നമ്മെ പെടുത്തട്ടെ. റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുക്കുന്ന അധികാരം പരലോകത്തിൽ. അതുകൊണ്ട് തന്നെ എന്ത് പാടില്ല? ഈ ശഫാഅത്തിന് ആരോട് ചോദിക്കാൻ പാടില്ല? റസൂലിനോട് ചോദിക്കാൻ പാടില്ല. ആരോട് ചോദിക്കണം? അള്ളാഹിനോട് ചോദിക്കണം. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് തൗഹീദുൽ ഉലൂഹിയ എന്ന വാക്കിൻ്റെ അർത്ഥം? ഇലാഹിന് മാത്രം ഇലാഹ് മാത്രം സ്പെഷ്യലിസ്റ്റായ, ഇലാഹിന് മാത്രമുള്ള പ്രത്യേകത ഷിട്ടിക്ക് നൽകാതിരിക്കുക എന്നതാണ്. ഷിട്ടിയെ അതിൽ തുല്യപ്പെടുത്താതിരിക്കുക എന്നതാണ്. സഹോദരന്മാരെ, സഹോദരികളെ, വലിയ വിഷയമാണ്. പക്ഷേ അടുത്ത ക്ലാസ്സുകൾ നമ്മുടെ മുമ്പിൽ റമളാനിന് മുമ്പായി ഉള്ളതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഈ വിഷയത്തിൽ ശേഷിക്കുന്ന ഭാഗങ്ങൾ ഇനിയും വിശദീകരിക്കാം. ആദ്യമായിട്ട് ക്ഷീണം വന്നു അല്ലേ? ക്ഷീണം വരുമ്പോൾ എന്ത് വേണം? ക്ഷീണം മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവപ്പെടുന്ന, ശ്രദ്ധിക്കുക, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയോട് അള്ളാഹു പറയുന്നതാണ്, നിന്റെ മുമ്പിൽ നരകത്തിൽ, അങ്ങനെ തന്നെയാണ് ഹദീസ്, സഹീഹ് ഹദീസാണ്. ഹദീസ് 3334 ബുഖാരിയിൽ, 2805 മുസ്ലിമിൽ. നമ്പറൊക്കെ റിക്കാർഡാക്കപ്പെട്ടു. എനിക്ക് കുറിപ്പിൽ വരും.
മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പരിശോധിക്കാം. റസൂല് പറയുന്ന, അള്ളാഹ് പറയുന്നതാണ്, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവപ്പെടുന്ന വ്യക്തിയോട് അള്ളാഹ് ചോദിക്കും, നിനക്ക് ഭൂമി മുഴുവനും നിനക്കുണ്ടെങ്കിൽ അവകളെല്ലാം പ്രായശ്ചിത്തം നൽകിയിട്ട് നീ അനുഭവപ്പെടുന്നതായ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടുമെങ്കിൽ, റബ്ബേ വളരെ നല്ലത്, എനിക്കത് സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്തിരുന്നേനേ എന്ന് പറയുന്നു. ബുഖാരിയിലുള്ള ഹദീസിലാണിത്. പക്ഷേ ഇത് അർത്ഥം കുറിക്കുന്ന പദം ഖുർആനിലുണ്ട്. അതേതാണ്? യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യൻജി. യവദ്ദുൽ മുജ്രിം, ശിർക്ക് ചെയ്ത് ജീവിച്ച പരാക്രമി പരലോകത്തിൽ ആഗ്രഹിച്ചു പോകും. ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ, അന്നേത്തെ ദിവസത്തിൽ കിട്ടുന്ന ശിക്ഷയിൽ നിന്നിട്ട് രക്ഷ നേടാൻ എന്തെങ്കിലും ഒരു പായ്ശിത്യം. യൗമഇദിൻ ബിബനീഹി, മക്കളെ കൊടുത്തിട്ട്, റബ്ബേ പിടിച്ചോ എൻ്റെ 10 മക്കളെ, എനിക്കൊന്ന് നരകത്ത് നിന്ന് രക്ഷ കിട്ടണം എന്ന് പറയും. മിൻ സാഹിബതിഹി യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസാഹിബതി, സ്വന്തം ഭാര്യയെ പിടിച്ചോ, എൻ്റെ ഭാര്യയെ എനിക്ക് രക്ഷ കിട്ടണം. വസാഹിബതി വഅഖീഹി, അവൻ്റെ സഹോദരനെ, വമൻ ഫിൽ അർദി ജമീഅൻ, ഇതാണ് ഇവിടെ പറയുന്നത്. ഭൂമിയിലുള്ളവരെ മുഴുവനും നൽകിയിട്ട് എനിക്ക് രക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കും നരകം കാണുമ്പോൾ. അതാണ് നരകം, മുശ്രിക്കീങ്ങൾക്കുള്ള നരകം, ശിർക്ക് വെച്ചവർക്കുള്ള നരകം, അള്ളാഹുവിനെ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട് തുല്യപ്പെടുത്തിയവർക്കുള്ള നരകം, അള്ളാഹുവിനെ ഷിട്ടികളോട് ഷിട്ടാവരെ തുല്യപ്പെടുത്തിയവർക്കുള്ള നരകം. അതെ, അള്ളാഹ് പറയുന്നതാണ്, അല്ല മനുഷ്യ, ഇതിനേക്കാളും നിസ്സാരമായ കാര്യമായിരുന്നു ഭൂമിയിലേക്ക് നീ പോകുന്നതിനു മുമ്പ് ആദമിൻ്റെ മുതുവിൽ നീ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടത്. അതെന്താണ്? നീ ഭൂമിയിലേക്ക് പോയാൽ എൻ്റെ കൂടെ നീ ആരെയും ശിർക്ക് വെക്കരുത്. ചെറിയ കാര്യമാണ് ഞാൻ എന്നോട് പറഞ്ഞത്. ബുഖാരിയിലാണ് ഈ കേൾക്കുന്നത് നിങ്ങൾ. നാം സാധാരണ വഇദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ശഹിദ്നാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വകുന്നാ ദുർരിയ്യതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ എന്ന ആയത്ത് ഓതിയിട്ട് നാം വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട്, എന്ത്? അല്ലാഹ് ആദമിൻ്റെ മുതുവിൽ നിന്നിട്ട് പുറത്തെടുത്തിട്ട് ചോദിച്ചു, എന്ത്? ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? അപ്പോൾ എല്ലാവരും അതേന്ന് സമ്മതിച്ചു. അതിൻ്റെ വിശദീകരണം ബുഖാരിയിൽ വരികയാണ്. എന്താണ് ചോദിച്ചത്? നിങ്ങൾ ഭൂമിയിലേക്ക് പോയാൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, ശിർക്ക് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഇത്രയും പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ വിഷയമാകുന്ന ശിർക്ക് എന്ന വിഷയം. അത് ചെയ്താൽ മനുഷ്യൻ അപകടത്തിൽപ്പെടും. എങ്ങനെയുള്ള അപകടമാണ്? എന്നേക്കും നരകത്തിൽ കടക്കലാണ്. ഷിർക്ക് 2 ഇനമുണ്ട്. ഒന്ന് അക്ബർ, മറ്റൊന്ന് അസ്ഗർ. ഷിർക്ക് അക്ബർ എന്നത് അതാണ് ഇതുവരെ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായ ഷിർക്ക്. ഇത് ചെയ്താൽ നരകം. അതിൽ രക്ഷപ്പെടണമെങ്കിൽ തൗബ ചെയ്ത് മുസ്ലിം ആവുക. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും, ഇനി നിന്നെ അല്ലാതെ ഞാൻ ആരാധിക്കൂല എന്ന് സമ്മതിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞുകൊണ്ട് കഫർതു ബിമാ കുന്തു അശ്റക്തു ബിഹി ഇസ്ലാം എന്ന തത്വം ഉൾക്കൊള്ളുന്ന ദീനിൻ്റെ വിപരീതമായ ഏത് തത്വത്തോട് ഞാൻ വിടവാങ്ങി, ഇനി ഞാൻ നിന്നെ മാത്രം ആരാധിച്ച് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാശ്ചാത്തപിച്ച് മടങ്ങി വരിക. എന്നാൽ രക്ഷയുണ്ട്. രണ്ടാമത്തെ ഷിർക്ക്, അത് ഷിർക്കുൽ അസ്ഗറാണ്. അത് അവൻ്റെ സ്ഥിതി. ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ അള്ളിയും ആ മനുഷ്യനും ഇല്ലെങ്കിൽ എൻ്റെ വീസ പോക്കന്നെ എന്ന് പറയല്. അത് ഷിർക്കുൽ അസ്ഗറാണ്. ഇത് അള്ളിയും ആ മനുഷ്യനില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കന്നെ, എനിക്ക് ആ വീസ കിട്ടുകയില്ലായിരുന്നു, ഞാൻ അപകടത്തിൽ പെടുകുമായിരുന്നു. എന്ത് പറയണം? അള്ളാഹുവും സുമ്മ എന്ന് പറയണം. അള്ളാഹുവും പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായം പിന്നെന്ന് കൂട്ടാതെ പറഞ്ഞാൽ അത് ഷിർക്കുൽ അസ്ഗറാണ്. അല്ലെങ്കിൽ അള്ളി നീ ഉദ്ദേശിച്ചത് കൊണ്ടാണെന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹിനെ കൂടെ ശിർക്ക് വെച്ച് കളഞ്ഞോ എന്ന് റസൂൽ ചോദിച്ചു എന്നാണ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. അത് ഷിർക്കുൽ അസ്ഗറാണ്. അള്ളയും നിങ്ങളും ഇല്ലെങ്കിൽ നാം ഇപ്പോഴും കത്തെഴുതുമ്പോൾ അറിവില്ലാത്തവരെഴുതും, എന്ത്? അള്ളയും റസൂലും ഉദ്ദേശിച്ചാൽ ഇല്ലേ, എഴുതാറില്ലേ?
അറിവില്ലാത്തവർ പഴയ എഴുത്തുകളിൽ. ഇപ്പോൾ എഴുത്തില്ലല്ലോ, മൊബൈലും ഇത് നെറ്റും അല്ലേ, എഴുത്തില്ലല്ലോ, എഴുത്തൊക്കെ കൊന്നു കയറിയില്ലേ അല്ലേ? എഴുത്തെഴുത്ത കാലത്ത് എഴുതിയിരുന്നില്ലേ ഇല്ലേ? അള്ളാഹ്ക്ക് ഫോൺ നമ്പർ അല്ലെങ്കിൽ അള്ളാഹ് കോഡ് നമ്പർ 786 ബിസ്മില്ലാക്ക് പകരം 786 അള്ളാഹ്ക്കുള്ള നമ്പറാണ് അത്. എന്നിട്ട് അള്ളയും റസൂലും വേണ്ടുക വെച്ചാൽ എഴുത്തിൻ്റെ തുടക്കം. അങ്ങനെയല്ല പഴയ എഴുത്ത് 45 കൊല്ലം മുമ്പ്, 40 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ് അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ടൈം അവസാനിച്ചു. തുടങ്ങാൻ വളരെ വൈകിട്ടുണ്ട് എന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടണം. കാരണം പലരും വരാൻ താമസിച്ചത് കൊണ്ടാണ് തുടങ്ങാൻ താമസിച്ചത്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി 10 മണിക്ക് തുടങ്ങാനുള്ള ചുറ്റുപാട് നിങ്ങൾ ഉണ്ടാക്കണം. പുതുമുഖങ്ങളെ കൊണ്ടുവരണം. എന്ത് സംശയമുണ്ടെങ്കിൽ സംശയം തീർക്കാൻ വേണ്ടി ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ സദസ്സിൽ വരാം. ഇവന് വലിയ എൽമുള്ള ആൾ അല്ലെങ്കിലും എൽമുള്ളവർ നമ്മുടെ പരിസരത്തിലുണ്ട്. ഇമാമുകളുണ്ട്, നേതാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരെല്ലാം കൂട്ടിച്ചേർത്ത് ചർച്ച ചെയ്ത് നമുക്ക് വേണ്ടത് സ്വർഗമാണ്, നമുക്ക് വേണ്ടത് ഈമാനോടുകൂടി മരിക്കലാണ്, നമുക്ക് വേണ്ടത് റസൂലുള്ളാഹിന്റെ ശഫാഅത്താണ്. അതുകൊണ്ട് സത്യത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള മാനദണ്ഡം എന്തൊക്കെയുണ്ട് എന്നത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജീവിക്കാൻ നമ്മുടെ ഈ വിസ ശരിക്കും ഉപയോഗപ്പെടുത്തണം. ഇതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. അത് പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മുടെ ക്ലാസ് മെമ്പർമാരെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഷിർക്കുൽ അസ്ഗർ അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്താൽ രക്ഷ, പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെന്നും നരകത്തിൽ കിടക്കേണ്ടി വരൂല. പിന്നെയോ തൽക്കാലം നരകത്തിൽ കിടന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. പുറത്തു കൊടുത്താൽ രക്ഷപ്പെടുകയും ചെയ്തു. അല്ലാഹു അഅലം. അതാണ് ഷിർക്കുൽ അസ്ഗർ. ഷിർക്കുൽ അക്ബർ രക്ഷയില്ലേ ഇല്ല. തൗബ ചെയ്ത് പാശ്ചാത്തപിക്കാതെ അള്ളാഹിലേക്ക് മടങ്ങാതെ ഈ ചേഞ്ച് മനസ്സിലാക്കിയല്ലോ. ഷിർക്കുൽ അസ്ഗറിൽ പെട്ടെന്ന് ഈ പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ട വിഷയമാണ്. നാം നമസ്കരിക്കുമ്പോൾ അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നന്നാക്കി നിസ്കരിക്കുക. മറ്റുള്ളവർ അറിയുക ഞാൻ സദഖ ചെയ്തത്, ധർമ്മം ചെയ്തത്, ഡ്രാഫ്റ്റ് അയച്ചത് മദ്രസക്ക്, പള്ളിക്ക്, കോളേജിന്, അതൊക്കെ മനുഷ്യന്മാർക്ക് അറിയിച്ചിട്ട് അതിൽ ജനങ്ങൾ എന്നെ വലിയ വലിയ ധർമ്മിഷ്ഠരാണെന്ന് പറയട്ടെ എന്ന തോന്നൽ തോന്നിപ്പോയാൽ അതെന്താണ്? ഷിർക്കുൽ അസ്ഗറാണ്. അങ്ങനെയുള്ള ഷിർക്കിൻ്റെ സ്ഥിതി എന്താണ്? അള്ളാഹ് തഹ്ത മശീഅത്തില്ല, അള്ളാഹിൻ്റെ മശീഅത്തിൻ്റെ കീഴിലാണ്. അള്ളാഹ് പുറത്തു കൊടുത്താൽ രക്ഷ, അല്ലെങ്കിൽ ശിക്ഷ എന്നതാണ്. അള്ളാഹു അത്തരം അപകടത്തിൽ നിന്നൊക്കെ മോചിക്കാനും സത്യത്തിൽ അടിയുറച്ച് സത്യം പഠിച്ച് സത്യത്തിന് വേണ്ടി ജീവിച്ച് സത്യം പ്രചരിപ്പിച്ച് സത്യത്തിന് വേണ്ടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെയുള്ള രോഗമുള്ളവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുടെ രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. അപ്രകാരം മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫ് ചെയ്തു കൊടുക്കട്ടെ. രോഗമുള്ളവരുടെ രോഗത്തെ ശിഫിയാക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. യാത്ര പോകുന്നവർക്കും പോയവർക്കും അള്ളാഹു കൂട്ടാളിയായി മാറട്ടെ. അവരുടെ പ്രയാസത്തെ അള്ളാഹു അകറ്റട്ടെ. അവർക്കെല്ലാം അവരവരുടെ നാടുകളിലേക്ക് വീണ്ടും മടങ്ങി ചെല്ലുവാനുള്ള തൗഫീഖും അതിനുള്ള സൗകര്യങ്ങളും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള എണ്ണകളില്ലാത്തവർക്ക് അള്ളാഹു എണ്ണകൾ നൽകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. ഇങ്ങനെയുള്ള സദസ്സിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ദൂരെ നിന്ന് വന്നുകൊണ്ട് പ്രയാസപ്പെട്ട് പങ്കെടുക്കുന്ന സഹോദര സഹോദരിമാർക്ക് അള്ളാഹു അത് തക്കതായ പ്രതി നൽകട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് സന്തോഷവാർത്ത നൽകിയതുപോലെ സമുദ്രത്തിലുള്ള മത്സ്യം, പറവകൾ എല്ലാം പൊറുക്കലിനെ ചോദിക്കുന്ന, മാഫിന് ചോദിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.